نستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله ونشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك هم الخاسرون. ബഹുമാന്യ പണ്ഡിതന്മാരെ, നമ്മളുടെ ഇസ്ലാമി പ്രസ്ഥാനത്തിൻ്റെ KNM-ന്റെയും അതുപോലെ പോഷക സംഘടനയുടെയും ഉത്തരവാദപ്പെട്ട ഭാരവാഹികളെ, ഇവിടെ ക്ലാസ് കേൾക്കാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉൾക്കൊള്ളാൻ, നമ്മൾ പറയാനും കേൾക്കുന്നതൊക്കെ നമ്മളെല്ലാവരും എത്തിച്ചേർന്നിട്ടുള്ള ഇസ്ലാമിക കുടുംബത്തിലെ പിതാക്കളെ, മാതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട MSM-ന്റെയും അതുപോലെ സ്റ്റുഡൻസ് ടീമിന്റെയും പ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരമകാരുണികനും കരുണാവാരിധിയുമായ അള്ളാഹുവിന്റെ രക്ഷാ സമാധാനം നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. നമ്മളിങ്ങനെ തുടങ്ങി ഈ ഒരു രൂപത്തിലേക്ക് ആയി എന്നത് വലിയ ഒരു സൗഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കഴിഞ്ഞ ദിവസം അറിഞ്ഞു, ഇവിടെ നമ്മളെ ആ പഴയ ഓഡിറ്റോറിയം ഇപ്പോ ഒരു വലിയ മദ്രസ ഹാൾ ഓഡിറ്റോറിയം ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് പോകുമ്പോൾ എന്തായാലും അത് കാണുക ചെയ്യാം എന്നൊരു കൂടി മനസ്സിലുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ്, അള്ളാഹു നമ്മളെല്ലാവരെയും ഇവിടെ ഒരുമിപ്പിച്ചു. മണ്ണാർക്കാട് ഒരു 10-15 കൊല്ലം മുമ്പ് നമ്മൾ ആലോചിച്ചാൽ ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടാകുമെന്നോ ഇങ്ങനെ ഒരു സൗകര്യം ലഭിക്കുമെന്നോ നമ്മൾ ആരും വിചാരിച്ചിട്ടില്ല. പക്ഷേ അള്ളാഹുവിന്റെ തീരുമാനമാണ് ഇങ്ങനെ റബ്ബിന്റെ കാര്യം പറയാൻ, റബ്ബിന്റെ ദീനിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടണം എന്ന രേഖപ്പെടുത്തപ്പെട്ട ആ കാര്യം ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. വളരെ ആശാവഹം തന്നെയാണ്. കാരണം നൂറുകണക്കിന് പള്ളികൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഒരു പള്ളി ഉയരുമ്പോൾ സ്വാഭാവികമായും മിനിമം ഒരു 10 ആളെങ്കിലും, ഒരു 3 കുടുംബമെങ്കിലും നന്നാകാതിരിക്കും. മുമ്പ് കാലത്തെ പോലെയുള്ള വാർത്തകൾ പെട്ടെന്ന് നമുക്ക് കിട്ടുന്നത് കൊണ്ട് ഒരു 5-6 വാർത്തകൾ കിട്ടുമ്പോൾ തന്നെ നമ്മുടെ കേരളം മൊത്തം അങ്ങനെ ആയിപ്പോയി എന്ന് നമ്മൾ
നമ്മളൊക്കെ വിചാരിക്കുകയും വളരെ നിരാശ തോന്നുകയും ചെയ്യാറുണ്ട്. കാരണം എല്ലാവരും പറയാം, ഇനിയിപ്പോ നോക്കിയിട്ടൊന്നും കാര്യമില്ല, ആകെ പിടുത്തം വിട്ടുപോയി, മൊത്തം ലഹരിയുടെ പിടിയിൽ അകപ്പെട്ടു. അതൊക്കെ നമ്മള് കൂട്ടത്തിൽ നമ്മളും അങ്ങനെ പറയും. പക്ഷെ നമ്മുടെ ഉള്ളിൽ എന്താകരുത്, അങ്ങനെ ഒരു നിരാശ ബോധത്തിലേക്ക് പോകാൻ പാടില്ല. കാരണം ഒരു മുഅ്മിൻ എപ്പോഴും പ്രതീക്ഷ വെക്കണമെന്നാണ്. ഒരു ഖിയാമം സംഭവിക്കുന്ന ഒച്ചപ്പാടുകൾ നിങ്ങൾ കേട്ടാൽ പോലും നിങ്ങൾ ഒരു ചെടി നടണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഖിയാമത്തിന്റെ അലാമത്തുകളൊക്കെ വന്ന് നമ്മളിങ്ങനെ സൂര്യനൊക്കെ പടിഞ്ഞാറുന്ന് ഉദിച്ച് ഒച്ചയും വിളിയും കോലാഹലങ്ങളും അതിൻ്റെതായ ഭയാനകതകളൊക്കെ തുടങ്ങി ആ കാറ്റത്ത് നമ്മൾ വീണ് അപ്പോൾ പോലും ഒരു ചെടിയോ ഒരു സസ്യമോ ഒരു തയ്യോ നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ അവിടെ നട്ടുകൊള്ളൂ എന്നാണ്. അത് ഒരു ചെടി നടുക എന്നത് അല്ല അതുകൊണ്ട് മൊത്തത്തിൽ അർത്ഥമാക്കുന്നത്. എവിടെ എന്ത് സംഭവിച്ചാലും നമ്മൾ അല്ലാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കണം. കാരണം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വരുമ്പോ നമ്മളൊക്കെ കേൾക്കുന്ന വാർത്തകളിലെ അധികമായിരുന്നു അവിടുത്തെ പെരുമാറ്റ രീതികളും അതുപോലെ സാംസ്കാരിക അധപ്പതനങ്ങളും. നമ്മൾ ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ അന്ന് തന്നെ വായിച്ചിട്ടുണ്ട്, മദ്യം ചാലിക്കൊഴുകുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ചാലിക്കുടി ഒഴുകണില്ലെങ്കിലും അവര് അതിന്റെ ഭർത്താക്കളായിരുന്നു. മദ്യവും മദിരാക്ഷിയുമായിരുന്നു അവരുടെ ജീവിതത്തിന്റെ വൈന് വാറ് വീഞ്ഞ്, ഇതായിരുന്നു അവരുടെ ജീവിതത്തിന്റെ ആകത്തുക. അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ നിന്ന് പരിവർത്തിപ്പിച്ച് കൊണ്ടുവന്ന് അതിനെ തുടർന്നുള്ള പാരമ്പര്യങ്ങളായി, ആ പാരമ്പര്യങ്ങളുടെ കുടുംബ പരമ്പരകളായി മണ്ണാർക്കാട് അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ പള്ളിയിലേക്ക് കയറാനും നിസ്കരിക്കാനും വരുമ്പോൾ നോമ്പ് നോൽക്കാനും അതിന്റെ കൃത്യതയിൽ ഇസ്ലാമിക പഠനത്തിനും നോമ്പ് തുറക്കാനും ഒക്കെയുള്ള ഒരു ഉമ്മത്തിനെ വളർത്തിയെടുത്തു എന്ന് പറഞ്ഞാൽ ചാണകക്കുഴിയിൽ നിന്നാണ് മഹത്തായ ഈ ഒരു സമൂഹത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിവർത്തിപ്പിച്ച് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് വളരെ പ്രതീക്ഷയോടുകൂടെ നമ്മളിൽ നിന്ന് തുടങ്ങി, നമ്മളുടെ കുടുംബത്തിൽ നിന്ന് തുടങ്ങി നമ്മുടെ സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കുന്ന ഒരു മഹത്തായ ആശയത്തെയാണ് നമ്മൾ ഇത് കാണുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ ലഹരിയൊക്കെ അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന എക്സൈസ് വിഭാഗത്തിന്റെ ഒരു അസിസ്റ്റന്റ് ചീഫ് അദ്ദേഹം പറയാണ്, നമ്മൾ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ നമ്മുടെ കേരളത്തെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താനാകുമെന്ന്. അപ്പോ ആഞ്ഞു പിടിച്ചാൽ നടക്കും എന്ന് അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് വരെ തോന്നുന്നുവെങ്കിൽ ആ ഒരു ഭാഗം മാത്രമല്ല, നമ്മളുടെ മതപരമായ ചിട്ടയിൽ വളരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാം ശരിയാകും എന്ന് നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുക. നമ്മളുടെ ലക്ഷ്യം മറക്കുമ്പോഴാണ് പരാജയം സംഭവിക്കുന്നത്. ഞാൻ ആദ്യ ക്ലാസ് ഏറ്റെടുത്ത പറയും, ഇത് കഴിഞ്ഞിട്ട് കുറച്ച് ദൂരത്താണ്, അപ്പൊ വണ്ടി ഇങ്ങനെ ഓടിപ്പോകും. മാത്രമല്ല വെയിലിങ്ങനെ ചൂടാകും തോറും ഞങ്ങൾക്കൊക്കെ ക്ഷീണം വരും. അപ്പൊ ആദ്യം ഒരു 10:30 തുടങ്ങിയാൽ നിങ്ങളൊക്കെ അങ്ങോട്ട് എത്തിപ്പെടുകയും ചെയ്യും. ആദ്യ ക്ലാസ് എടുത്തിട്ടൊരു സന്തോഷം എനിക്കുണ്ടാവും ചെയ്യുമല്ലോ എന്ന് ഞാൻ വാശിയും കുറിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ പറഞ്ഞാണ് ആദ്യം ഞാനാ വന്നത്, അതുകൊണ്ട് എനിക്ക് ക്ലാസ് തന്നാൽ സൗകര്യം അതേ പറഞ്ഞോളൂ. അപ്പൊ സംഘാടകർ അത് വളരെ ആദരവോടുകൂടി. അപ്പൊ നമ്മളുടെ ലക്ഷ്യം നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, മറക്കരുത്. ലക്ഷ്യം മറക്കുമ്പോ നമ്മൾ പോകുന്ന വഴിയിൽ നമ്മൾ പരാജയപ്പെടും. ഒരു തോണി, ആ തോണിയിലാണ് നമ്മളൊക്കെ സഞ്ചരിക്കുന്നത്. വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, മക്കളുണ്ട്, പിന്നെ അതേപോലെ തന്നെ മരുമക്കളുണ്ട്, പേരക്കുട്ടികളുണ്ട്. ഒരുത്തർ ഓട്ട തുളച്ചാൽ ആ തോണി മുങ്ങും, നമ്മളൊക്കെ അതിൽ പെട്ടുപോകും. അതുകൊണ്ടാണ് ഓട്ട തുളക്കുന്നവന്റെ കൈ പിടിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് ദഅവത്തിന്റെ പ്രാധാന്യത്തെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. ദഅവത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ പുറമുള്ളത് മാത്രം വിചാരിക്കും. നമ്മളിപ്പോ അത്താഴത്തിനൊക്കെ എഴുന്നേറ്റാൽ അത്താഴ ഭക്ഷണം കഴിക്കുക ഒരു 4:15 നമ്മൾ എഴുന്നേൽക്കും. നമ്മളെല്ലാവരും അപ്പോഴൊക്കെ ചർച്ച ചെയ്യാം
എല്ലാ കാര്യത്തെക്കുറിച്ചും നമ്മളൊന്നും മറച്ചു വെച്ച് മിണ്ടാതിരിക്കേണ്ടുന്ന ഒരു കാലമല്ല ഇത്. നമ്മൾ നല്ലോണം കൃത്യമായി സംസാരിക്കണം, ഉപദേശിക്കണം. കൗമാരകാലത്തെ ചാപല്യങ്ങളെ കുറിച്ച് ഇവിടെ ക്ലാസ് നടക്കാനിരിക്കുകയോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് പരാമർശിക്കുന്നില്ല. പകരം നമ്മളുടെ കുടുംബ ചിട്ടകൾ, നമ്മളുടെ കുടുംബ ഭദ്രത അത് നമ്മൾ ഉറപ്പുവരുത്തിയാൽ അള്ളാഹുവിന്റെ തുണ നമുക്കുണ്ടാകും എന്നത് തീർച്ചയാണ്. അതുകൊണ്ട് ദീനും പരലോകവുമാണ് നമ്മളുടെ ലക്ഷ്യം. ഇപ്പോൾ ഈ കഴിഞ്ഞ കുട്ടി, ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മുടി മുറിച്ച് നടക്കണമെന്നും മുടി ചെമ്പിച്ച് നടക്കണമെന്നും എനിക്കൊരു ജീൻസിന്റെ പാന്റ് ഇട്ട് താനൂരിലൂടെ നടക്കണമെന്നും ആ കുട്ടിയുടെ ആഗ്രഹമായിരുന്നു. അപ്പൊ വാപ്പ ദീനുള്ളൊരു വാപ്പയായതുകൊണ്ട് അതൊന്നും മോളെ നടക്കൂല, അതൊന്നും പറ്റൂല, നമുക്കത് പറ്റൂല, നമുക്ക് അങ്ങനെ നടക്കാൻ പറ്റൂല, അതിന് നടത്തിക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞത് കൊണ്ട് കൂടിയാണ് ആ കുട്ടി വീട് വിട്ടിറങ്ങിയത്. അപ്പോ നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാല് നമ്മളുടെ മനസ്സിൽ ആഗ്രഹങ്ങൾ വരും. എന്റെയൊക്കെ നമ്മുടെയൊക്കെ മനസ്സിൽ ചെറുപ്പകാലത്ത് സ്കൂളിൽ നിന്നൊക്കെ ആയാലും കോളേജിൽ നിന്നാലും ആഗ്രഹങ്ങൾ വരും. പക്ഷെ ആ ആഗ്രഹങ്ങൾക്ക് വാപ്പയോട് പറയാനും ഉമ്മനോട് പറയാനും നമ്മൾ പോകില്ലായിരുന്നു. നമ്മളെന്ത് ചെയ്യും? നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഒരു കാലം വരുമ്പോ പൈസ കയ്യിലാവുമ്പോ ഞമ്മക്കൊക്കെ ആ ആഗ്രഹമൊക്കെ പൂർത്തിയാക്കാം എന്ന് വിചാരിക്കും. ഇന്ന് നമ്മളൊരു ആഗ്രഹം വിചാരിച്ചാൽ അത് പെട്ടെന്ന് പൂർത്തിയാകണം, പെട്ടെന്നാകണം. വീട് വേണം, തറ കിട്ടണോ? ഇല്ല. സ്ഥലം വാങ്ങിക്കണോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് എനിക്ക് വീട്? ആരെയും വാങ്ങിത്തരണം, ആരെയും തരണം, വാപ്പ തരണം, അല്ലെങ്കിൽ ഉമ്മ തരണം, അല്ലെങ്കിൽ അമ്മോചാക്ക തരണം. എന്നിട്ട് അതിന് വട്ടവും വായിച്ചിട്ട് അങ്ങനെ ഒരു സ്പീഡിൽ കാര്യങ്ങൾ നടക്കുക. മൈസർ എന്ന് പറഞ്ഞാൽ യുസർ എന്നതിൽ നിന്നാണ് മൈസർ ഉണ്ടായത്. മൈസർ എന്ന ചൂതാട്ടം എന്നാണ്. ഈ ചൂതാട്ടത്തിന് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പദം? പെട്ടെന്ന് പണം ഉണ്ടാകണം. അപ്പൊ ഈ പെട്ടെന്ന് പണം ഉണ്ടാവുക, പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കുക, പെട്ടെന്ന് ആഗ്രഹം പൂർത്തിയാവുക, അത് വരുമ്പോ ഇതുപോലെയുള്ളവയെല്ലാം അതിലേക്ക് കയറി വരും. സ്വർണ്ണക്കടത്ത് വരും, കള്ളക്കടത്ത് വരും, അതുപോലെ തന്നെ ലഹരിക്കടത്ത് വരും. നമ്മൾ പെട്ടെന്ന് പണം, അല്ലാതെ എല്ലാവരും ലഹരി ആകണമെന്ന് വിചാരിക്കണല്ല. ഈ പെട്ടെന്ന് എന്നത് വിശ്വാസിക്ക് പാടില്ല. ഖുർആനിൽ സൗഫ, പിന്നീട്. അത് നമുക്കറിയാം, ലോക അന്ത്യം സംഭവിക്കുന്നതിനെ കുറിച്ച് ഖുർആൻ പറയുന്നത് സ എന്ന് ഉപയോഗിച്ചിട്ടാണ്. വേറെ ചിലത് നമ്മൾ അറിയും എന്നതിന് സൗഫ എന്ന് പ്രയോഗിക്കുന്നത്. അപ്പൊ അത് നമ്മളെ പഠിപ്പിക്കുന്നത് വെച്ചാൽ എല്ലാത്തിനും ഒരു സാവധാനത്വവും ഒരു അവധാനത്വവും നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ദീനും പരലോകവുമാണ് ലക്ഷ്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. നമ്മൾ അതില്ലാതെ ആധുനിക തലമുറ ഓട് പഠിപ്പിക്കപ്പെടുന്നതോ പറയുന്നതോ എന്താണെന്ന് ചോദിച്ചാൽ ആകെ ഒരു ജീവിതമുള്ളൂ. അത് ആരാണ് പറഞ്ഞത്? അങ്ങനെ ഒരു സന്ദേശം ആരാണ് കൊടുക്കുന്നത്? ജീവിതത്തിൽ ഒരു ലക്ഷ്യവും ഇല്ലാതെ മോനോട് ചോദിച്ചോലോ, എടാ എനിക്ക് നാണം വരുന്നുണ്ടോ, എനിക്ക് നാണം വരുന്നുണ്ടോ എന്നെ കുളിപ്പിച്ചു? കാരണം അവിടെ പെൺകുട്ടികളില്ല, പിന്നെ ഓന്റെ പെണ്ണുങ്ങളെ കൊണ്ട് കുളിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഉമ്മാനോട് ചോദിച്ചോലോ, ഉമ്മ ഞാൻ എവിടെയാണ് നാണിക്കേണ്ടത്? ഞാൻ നിങ്ങളെ മുല ഞാൻ ചപ്പി കുടിച്ചതാണ്, അത് കഴുകുമ്പോ ഞാനെന്തിന് നാണിക്കണം? അല്ലേ? ഉമ്മയുടെ മൂത്രം വന്നതും കാഷ്ടം കഴുകുന്നതും ഞാനെന്തിന് നാണിക്കണം? ഉമ്മയുടെ ആ മൂത്ര ദ്വാരത്തിലൂടെ അല്ലേ ഞാൻ ഈ ലോകത്തേക്ക് ജനിച്ചിട്ടുള്ളത്. ഞാൻ എന്തിനാണ് ഉമ്മ ഞാൻ നാണിക്കുന്നത്? ഉമ്മ ആൺകുട്ടിയാരുടെ ചന്തി കയറിയപ്പോ ഉമ്മ നാണിച്ചിരുന്നോ? ഇല്ല. പിന്നെന്തിനാ ഉമ്മ ഞാൻ നാണിക്കണത്? മകൻ ഉമ്മയോട് ചോദിച്ച ചോദ്യം ഇന്ന് സമൂഹം ഏറ്റെടുക്കുകയാണ്. കാരണം ഈ ആധുനിക കാലത്ത് പോലും കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന, റബ്ബർ വെട്ടി ജീവിക്കുന്ന ഒരു മകൻ തന്റെ ഉമ്മയോട് ചോദിച്ച ചോദ്യം പിന്നെ ചെറുപ്പക്കാരന്റെ ഭാര്യയാണ് അത് സോഷ്യൽ മീഡിയയിലിട്ടത്. ആ ഭർത്താവിന്റെ അനുഭവം പങ്കുവെച്ചുകൊണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മൾ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചാൽ നമുക്ക് എല്ലാറ്റിനും സാധിക്കും. നമ്മുടെ ഈ ലോക വൈബ് എന്ന പദം ഇന്ന് ഉപയോഗിക്കുന്നു നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ പുതിയ തലമുറ. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, എന്തായി വൈബ്? അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, വൈബ് എന്ന് പറഞ്ഞാൽ ഓളം എന്നാണ് ഇംഗ്ലീഷിലുള്ളത്. ഓളം എന്ന് പറഞ്ഞാൽ അത് ഓളവും താളവും എന്ന് പറഞ്ഞാൽ ഭംഗിയോടുകൂടിയാകുമ്പോ അതിന് അർത്ഥവും അതിന്റെ മാധുര്യവും ഒക്കെ ഉണ്ട്.
ഇപ്പൊ ഒരു കുട്ടിയുടെ കളിയാണെങ്കിൽ, അതേപോലെ തന്നെ നമ്മളൊരു ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതൊരു പ്രത്യേകമായ അതിന്റെ ക്രമത്തിലാണ് ഭക്ഷണം കഴിക്കുക. നമ്മളിപ്പോ ഒരു യാത്ര പോവുകയാണെങ്കിൽ അതിന് അതിൻ്റെതായ എല്ലാം പിടികൊട്ടുകൊണ്ട് നമ്മൾ പോയാൽ അതെവിടെയാണ് ഒരു ഓളം ഉണ്ടാവുക? അപ്പൊ കടലിന്റെ ഓളം, അതേപോലെ തന്നെ മരത്തിന്റെ താളം, ഇതൊക്കെ ഈ പ്രപഞ്ചത്തിൽ തന്നെ ഉള്ളതാണ്. അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ആലപ്പുഴയിൽ ഒരു ക്യാമ്പിൽ പോയി. അപ്പൊ ആ ക്യാമ്പിൽ പോയപ്പോൾ ഒരു കർഷകനായ മനുഷ്യന്, ഞാൻ പള്ളിയിലേക്ക് തന്നെ പോവാ, പള്ളിയിലേക്ക് ഏകദേശം ഒരു 300 മീറ്റർ ദൂരമുണ്ട് ക്യാമ്പ് കഴിഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ നടന്നു പോകുമ്പോൾ നല്ല കൈയൊക്കെ തന്നപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നല്ല തഴമ്പൊക്കെ ഉണ്ട്, എന്റെ കൈ പോലെയല്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തൊക്കെയാണ് വിശേഷം, സുഖമാണ്, എന്താ ജോലി? കൃഷിയാണ്, കർഷകനാണ്. അപ്പൊ കർഷകൻ ആയ നിങ്ങളൊക്കെ എന്താണ് കൃഷിയുടെ കാര്യങ്ങൾ? കൃഷി എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം മാനസിക അറ്റാച്ച്മെന്റ് ഉള്ള വേറൊന്നുമില്ല. അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ്? അപ്പൊ അദ്ദേഹം പറയാണ്, കൃഷി നട്ടു, ഞാനൊരു മരച്ചീനി നട്ടു. മരച്ചീനി നട്ടിട്ട് ആ മരച്ചീനിയുടെ കാലമാകുന്ന സമയം ഞാൻ ആ മരച്ചീനിയുടെ അടുക്കലേക്ക് ചെന്നിട്ട് കാമ്പുണ്ടായിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഒന്ന് കുമ്പിട്ട് മാന്താൻ നോക്കുമ്പോ ആ മരച്ചീനിയുടെ ഇല കണ്ടാൽ തന്നെ എനിക്കറിയാം അവിടെ വേണ്ട വിധത്തിൽ ആയിട്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, അത് എങ്ങനെയൊക്കെ അത് ആ മരച്ചീനി തന്നെ കർഷകനോട് പ്രതികരിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചത്ര ആയിട്ടില്ലല്ലോ. അതുകൊണ്ട് ഒരു നാളത്തെ രേഖയൊക്കെ നിൽക്കുക. അപ്പോ നിങ്ങൾ ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട് വരികയാണെങ്കിൽ ഞാൻ കുറച്ചും കൂടിയൊക്കെ ഞാൻ എന്റെ ഭക്ഷണമൊക്കെ സമാഹരിച്ച് കൊണ്ടുവരാം. അപ്പൊ നിങ്ങൾക്ക് വലിയ കേങ്ങ് ഉണ്ടാവുമല്ലോ. മുമ്പ് പറഞ്ഞു. ഞാൻ ചോദിച്ചു, സത്യമാണ്. അയാൾ പറയാ, സത്യമാണ്. നമ്മൾ നടുന്ന ഏതൊരു സസ്യത്തിനും അതിൻ്റെതായ മനസ്സുണ്ട്. അതിന് മറ്റൊരു ഉദാഹരണം അയാൾ പറഞ്ഞത് തെങ്ങ് ഞാൻ സ്ഥിരമായി സഞ്ചരിക്കുന്ന റൂട്ടിൽ തെങ്ങ് നല്ല സുലഭമായി എനിക്ക് തേങ്ങ തരുമായിരുന്നു. അങ്ങനെ ഞാൻ എന്റെ ഗേറ്റ് മാറ്റിയപ്പോൾ, ഞാൻ റൂട്ട് മാറ്റിയപ്പോൾ ഇപ്പുറത്തെ തെങ്ങ് തോനെ കായ്ക്കാൻ തുടങ്ങി. ഇപ്പുറത്തെ തെങ്ങ് ഒരേപോലെ ഞാൻ വളർന്നു, പക്ഷെ ആ തെങ്ങ് കായ കുറഞ്ഞു പോവുകയും ചെയ്തു. അപ്പൊ ഞാനിങ്ങനെ ഓർത്ത്, ഈ പ്രപഞ്ചത്തിൽ തന്നെ നമ്മളെ വായിക്കുന്നത് നന്ദിയും അതുപോലെ തന്നെ വിധേയത്വവുമുള്ള ഒരു സംസ്കാരം അള്ളാഹ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ മനുഷ്യരായ നമ്മൾ എന്തുകൊണ്ട് അതിൽ നിന്ന് പോകുന്നു എന്നത് നമ്മൾ തന്നെ ചിന്തിക്കേണ്ടതാണ്. അപ്പൊ നമ്മൾ ഒരാധുനികത കടന്നു വരുമ്പോഴേക്ക് എല്ലാം പൊട്ടിപ്പൊളിഞ്ഞു പോയി, കുടുംബങ്ങളൊക്കെ തകർന്നു, വിവാഹങ്ങളൊക്കെ വിവാഹ മോചനത്തിലേക്ക് എത്തി, വാപ്പമാരൊക്കെ വീട്ടിൽ അനാഥമായി, കുട്ടികളെ നോക്കാൻ ആളില്ല. ഇതൊക്കെ എവിടെയെങ്കിലും ഒക്കെ ഒന്നോ രണ്ടോ ഒക്കെ നടക്കുന്നുണ്ടാകാം. അത് സോഷ്യൽ മീഡിയയിൽ എത്തുമ്പോൾ അതൊക്കെ വ്യാപകമാണ് എന്ന് തോന്നാം. ഇപ്പൊ മരണ വാർത്തകൾ നമ്മൾ മുമ്പത്തേക്കാൾ അറിയുന്നത് കൊണ്ട് നമ്മൾ പറയും, എത്രനാൾ മരണം ഇപ്പൊ മാനാർക്കാട് നടന്നത്, ഇന്നലെ 4 എണ്ണം, മിനിഞ്ഞാന്ന് 5 എണ്ണം, മുമ്പ് അതിലേറെ മരണം നടന്നിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ അത് അറിയുന്നത്. അപ്പോ നമ്മൾ പ്രതീക്ഷയോടുകൂടെ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വത്തെ നമ്മൾ കുടുംബഭദ്രമായി മനസ്സിലാക്കാം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന മതം ഇസ്ലാമാണ്. അത് നമ്മളെല്ലാവരും പഠിക്കണം. നമ്മളെല്ലാവരും, കാരണം എല്ലാ മതങ്ങളും എല്ലാം ഉണ്ടല്ലോ, അപ്പൊ എല്ലാം ആയാലും എന്ന് തോന്നിപ്പോകുമ്പോ നമ്മുടെ അടുത്ത തലമുറ മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മളുടെ കുടുംബത്തിലായി എന്ന് കരുതിയപ്പോ എന്താ, നിക്കാഹ് പള്ളിക്കന്ന് നടന്നാലും അമ്പലത്തിൽ നടന്നാലും എന്താ, അതിലിപ്പോ എന്താ അത്ര വരാൻ പോണത്? എല്ലാം പടച്ചവന്റെ സൃഷ്ടികളല്ലേ. അങ്ങനെ ഒരു സർവമത സത്യവാദത്തിന്റെ സന്ദേശം സോഷ്യൽ മീഡിയയിലൂടെ നമ്മളുടെ പുതിയ തലമുറക്ക് കിട്ടുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നോമ്പുകളും ഒക്കെ ഒരു സൈഡിൽ അനുഷ്ഠിക്കുകയും അതോടൊപ്പം മറ്റു പല ആചാരങ്ങളിലേക്ക് കടന്നു പോവുകയും അതൊന്നുമൊക്കെ ആയി എന്ന് കരുതിയിൽ കുഴപ്പമില്ല എന്ന് സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുകയും ചെയ്യുന്നു. ആ സമൂഹത്തിൽ നമ്മൾ ഉൾക്കൊള്ളുക എന്ന് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഇസ്ലാമാണ്. ഇസ്ലാം മാത്രമാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ നമ്മളത് മാത്രമല്ല, ഇസ്ലാം അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുവന്ന, നാം പൂർത്തിയാക്കി തന്നു. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമ ദീന ഫലം യുഖ്ബല മിൻഹു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹുവിന്റെ ഇസ്ലാം അല്ലാത്ത, ഇസ്ലാം അല്ലാത്ത ഒരു അനുഷ്ഠാനത്തെ, ഒരു ആചാരത്തെ ആരെങ്കിലും ആഗ്രഹിച്ചുവെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നിന്ന് ഒന്നും അള്ളാഹ് സ്വീകരിക്കുകയില്ല. മാത്രമല്ല അവനെ സംബന്ധിച്ചിടത്തോളം പരലോകത്ത് നഷ്ടക്കാരുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് എന്നാണ്. അപ്പൊ നമ്മളിപ്പോ കുഫു വെക്കുക എന്ന് പറഞ്ഞാൽ, ഒരു ഹിന്ദുവായ സഹോദരൻ കല്യാണം കഴിക്കുന്നത് ഹിന്ദുവായ സഹോദരിയാണ്. സ്വാഭാവികമായും അവരുടെ കുഫു അതാണ്. ഒരു മുസ്ലിം സഹോദരൻ
ഒരു മുസ്ലിം സഹോദരിയാണ് കല്യാണം കഴിക്കുക. മുസ്ലിം സഹോദരി വരനായി സ്വീകരിക്കുന്നത് ഒരു മുസ്ലിമായ ചെറുപ്പക്കാരനെയാണ്. എന്താണ്? അതാണ് ഇസ്ലാമിൽ കുഫുവ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കുഫുവ് എന്നതിന്റെ അടിസ്ഥാനം എന്താണ്? അതിൽ നമ്മൾ ഉൾക്കൊള്ളുന്ന സത്യം അത് ഒരുമിക്കണം, നമ്മളുടെ മതം ഒരുമിക്കണം, നമ്മുടെ ധാർമ്മികത ഒരുമിക്കണം, നമ്മളുടെ സംസ്കാരം ഒരുമിക്കണം, നമ്മുടെ ചിന്താഗതികൾ ഒരുമിക്കണം. ആ ഒരുമിക്കുന്നതിനാണ് ഇസ്ലാം കുഫു എന്ന് പഠിപ്പിച്ചത്. ഇസ്ലാം എന്ന് പറയുന്നത് നമുക്ക് പഠിപ്പിച്ചു തന്ന കുടുംബ പാരമ്പര്യത്തെ, കുടുംബ പവിത്രതയെ, അത് പ്രകൃതിയുടെ സന്ദേശം കൂടിയാണ്. പ്രകൃതി വിരുദ്ധമായതല്ല, പ്രകൃതിയുടെ സന്ദേശമാണ്. അതുകൊണ്ടാണ് നമ്മുടെ നാടുകളൊക്കെ ചർച്ച ചെയ്യുന്ന പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധം എന്നൊക്കെ പറയുന്നത് പ്രകൃതിപരമായുള്ളത്. ആണും പെണ്ണും തമ്മിലുള്ള വിവാഹമാണ്. ഒരു ആണ് വിവാഹം കഴിക്കുന്നത് ഒരു പെണ്ണിനെയാകാം, ഒരാണിനെ തന്നെ വിവാഹം കഴിക്കുക. അല്ലെങ്കിൽ പെൺകുട്ടികൾ പറയാം, ഞാൻ എന്റെ ക്ലാസ്സിൽ എന്നോടെയാണ് വിവാഹം കഴിക്കുന്നത് എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമാണുള്ളത്? വിവാഹം എന്ന് പറയുന്നത് ആണും പെണ്ണും തമ്മിലാണ്. കാരണം അതിലൂടെ സന്താന സൗഭാഗ്യങ്ങൾ ഉണ്ടാകണം. അതിനെ തുടർന്ന് നമ്മളുടെ നാട്ടുകളിലും മണ്ണാറക്കാടും അതുപോലെ തന്നെ നമ്മുടെ കച്ചേരിപ്പടിയിലും കോടതിപ്പടിയിലും ഒക്കെ അടുത്ത തലമുറകൾ ഉണ്ടാകണം. ആ തലമുറകൾക്ക് ബാപ്പയും ഉമ്മയും ഉണ്ടാകണം, അവർക്ക് വേറെ മക്കൾ ഉണ്ടാകണം. അപ്പോൾ അടിസ്ഥാനപരമായി നമ്മൾ വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസത്തെ നമ്മുടെ കുടുംബ ജീവിതത്തിലേക്ക് കൂടി ഇസ്ലാം ചേർക്കുന്നുണ്ട്. ഇസ്ലാം ഒരു വഴിക്കും കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ചിലപ്പോ സമൂഹം അങ്ങനെ പറയും, 18 വയസ്സായി എന്ന് പറഞ്ഞാൽ നമുക്ക് കൊമ്പൊന്നും വരുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വാപ്പ പറയാണ്, അദ്ദേഹം ചർച്ചക്കിട പറയാണ്, അവനാ പറഞ്ഞാൽ കേൾക്കണ കുട്ടിയാക്കി തിന്നാൻ കൊടുക്കണം, അല്ലാത്ത ഓളാറ്റാ പോയി തിന്നോട്ടെ. അവനെ നമ്മൾ പറയുന്നത് കേൾക്കണ, നമ്മൾ പറഞ്ഞാൽ ഉൾക്കൊള്ളണം, ഒരേലും പറഞ്ഞാൽ അടങ്ങി ഒതുങ്ങി നിൽക്കണ മക്കൾക്ക് ഞാൻ തിന്നാൻ കൊടുക്കണുള്ളൂ. ഞാൻ പറഞ്ഞ നേരത്തെ പെരിയിൽ വരുന്നവനെ നിന്റെ പെരി ഞാൻ തിന്നാൻ കൊടുക്കുള്ളൂ. അല്ലാത്ത 18 വയസ്സായി തന്നാൽ പിന്നെ എവിടെയും വല്ല കൂലിപ്പണി എടുത്ത് തിന്നോട്ടെ. നോക്കൂ നിങ്ങൾ, 18 വയസ്സായി എന്ന് കരുതി നമ്മൾക്ക് രാജ്യത്തിന്റെ ഒരു നിയമത്തിൽ നമുക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം ഒന്നുള്ളൂ. 18 വയസ്സായ പിറ്റേന്ന് ഞാൻ സ്വതന്ത്രയായി, പാപ്പ ഞാൻ ഇനിയിപ്പോ ഞാൻ വേറെയാണ്, ഞാൻ വേറെ റേഷൻ കാർഡാണ്, ഞാൻ പാസ്പോർട്ട് എടുക്കാൻ പോകണം, ഇന്റെ സിമ്മിന്റെ പേര് ആക്കി തരണം എന്നൊക്കെ പാടെ പറഞ്ഞ് ചൂടാകുമ്പോൾ ഇന്നത്തെ പനിക്ക് ഇത്ര വല്ല ശവനപ്പോ വ്യവസായത്തെ കുറിച്ചോ എന്തേ പനിക്ക് ഒന്നുമില്ല. ഇന്നിച്ച് 18 ഈ 17 വരെ നമ്മൾ എവിടെയാണ്? അപ്പൊ ഈ 18 നമ്മൾ ഒരേത് പുറത്താണ്, 18 നമുക്ക് വേറെ ആധാർ കാർഡാണ്, 18 നമുക്ക് വേറെ സിമ്മാണ്. നമുക്ക് മരിക്കണത് വരെ നമുക്ക് വാപ്പയും ഉമ്മയും വേണം. മരിക്കണത് വരെ നമുക്ക് നമ്മളുടെ വീട്ടുകാരും കുടുംബക്കാരും എളാപ്പ മൂത്താപ്പ ഒക്കെ വേണം. ഇത് മറ്റുള്ള ജീവികളിൽ പോലും നമ്മൾ ഒരു പ്രത്യേക കാലയളവ് കാണുന്നുണ്ട്. പക്ഷെ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് ഇതൊക്കെ മുറിച്ചാലാണ് സ്വാതന്ത്ര്യം കിട്ടുക. നമ്മളുടെ സ്വാതന്ത്ര്യം ഏറ്റവും ലഭിക്കുന്നത് സ്വർഗമാണ്, അല്ലേ? ചിലർക്ക് ഇങ്ങനെ പറയും, വെറുതെ സ്വർഗം എന്ന് പറഞ്ഞ ആൾക്കാരങ്ങനെ വലിയ സുഖിക്കുകയാണ്. എന്നിട്ട് ആ കളിയാക്കണവൻ എന്താ പറയാറ്? MDMA അടിച്ചിങ്ങാണ്ട് സ്വർഗം ഇങ്ങനെ കാണുന്നുണ്ട്, അയച്ചാല് പോയി കാണിക്കാം. അതിലേറെ നല്ലത് സ്വർഗം എന്താണെന്ന് ചിന്തിച്ചും സ്വർഗം എന്താണെന്ന് കേട്ടും സ്വർഗം എന്താണെന്ന് ആലോചിച്ചും സ്വർഗത്തിന് വേണ്ടി പണിയെടുത്തും മരണം വരിച്ചു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായ റബ്ബിന്റെ കണക്കിൽ കിട്ടുന്ന ഒരു സ്വർഗത്തെ കുറിച്ചല്ലേ ചിന്തിക്കേണ്ടത്. ഡോപ്പമിൻ തലയിൽ ഒന്നായിട്ട് വന്നിങ്ങനെ നിറഞ്ഞിട്ട് ഇപ്പൊ കണ്ടില്ലേ, ഇന്നലെ കണ്ടില്ലേ, നിങ്ങൾ വായിച്ചില്ലേ, ലഹരി കുടിച്ചപ്പോ ഒരുത്ത MDMA മുങ്ങി. MDMA ഒരു മാസത്തിനുള്ള MDMA ഒറ്റ ദിവസം മുങ്ങിയപ്പോൾ എന്തായി? കുടലൊക്കെ ആകെ ചിന്തി, അപ്പൊ തന്നെ മരണം സംഭവിച്ചു. വൈകുന്നേരമായപ്പോഴേക്കാ ചെറുപ്പക്കാരൻ മരിച്ചു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ അറിയോ? ഈ തരത്തിലുള്ള സ്വപ്നം കണ്ട് സ്വർഗത്തിന്റെ സ്വപ്നം ഡോപ്പമിൻ കൊണ്ട് കാണാമെന്ന് വിചാരിക്കുന്നവരൊക്കെയാണ് ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ച് ജീവിക്കുക, സ്വർഗം ലഭിക്കുക. അതുകൊണ്ട് വൈവാഹികമായ ബന്ധത്തിന്റെ തുടക്കം ഇദാ ജാഅകും മൻ തർദൗന ദീനഹു വഖുലുഹു ഫസവ്വിജൂഹു ഇല്ലാ തഫഅലൂ തകുൻ ഫിത്ന ഫിൽ അർദ് വഫസാദുൻ അലീം. വൈവാഹിക ബന്ധത്തിൽ മതബോധം അനിവാര്യമാണ്.
അത് ഞാനിപ്പോ എന്റെ വിവാഹം അങ്ങനെയാണ് വാപ്പ നടത്തിയത്, അത് അല്ലാത്തൊരു വിവാഹം വീട്ടിലോട്ട് അയക്കൂലേ? ഈ വാപ്പാരൊക്കെ അങ്ങനെ തന്നെ. മക്കളെ, നമ്മൾ ഒരു 18, 19, 20, 21, 22, 23, 24 ആ വയസ്സ് വരെയൊക്കെ നമ്മളെ വീട്ടില് മോളെ അനക്കെന്താ ഭക്ഷണം വേണ്ടത്, അല്ലേ? അനക്കെന്താ ഭക്ഷണം വേണ്ടത് മോനെ, അനക്കെന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇത് ചോദിക്കുന്നവർ നമ്മളെ പരിഗണിക്കുന്നവരും ഇഷ്ടപ്പെടുന്നവരും നമ്മളുടെ കാര്യത്തിൽ തീരുമാനിക്കാൻ അവകാശമുള്ളവരുമാണ്, അല്ലേ? അപ്പൊ നമ്മളിപ്പോ ചിലപ്പോ കുട്ടികൾ പറയാണ്, നമ്മളോട് ചോദിക്കാണ് എന്താ വൈകുന്നേരം നിങ്ങൾക്ക് വേണ്ടത്, അപ്പോ പറയാണ് മന്തി, അന്തല്ല പറയുന്നതാണ് നമ്മൾ മന്തിയാണ്. അപ്പൊ നമ്മൾ കുട്ടികളെ നമ്മളോട് വാപ്പാര് പറയും, അങ്ങനെ ആഴ്ചയിൽ 1000 രൂപയ്ക്ക് മന്തി വാങ്ങാൻ നമുക്ക് കഴിയൂല, പിന്നെ ഇതൊക്കെ എന്നും തിന്നാല് മക്കളെ നമ്മളെ പള്ളിയൊക്കെ കിടും. അപ്പൊ നമ്മൾ ആ തീരുമാനം മാറ്റിയാണ്. തീരുമാനം മാറ്റുന്നത് ബാപ്പയാണ് പറഞ്ഞത്, ഉമ്മയാണ് പറഞ്ഞത് എന്നത് കൊണ്ടാണ് നമ്മൾ തീരുമാനം മാറ്റുന്നത്. ഒരു ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർ പറഞ്ഞത് നമ്മൾ പെട്ടെന്ന് തീരുമാനം മാറ്റില്ല. പക്ഷെ ആ ബാപ്പ പറയാണ് എന്നെ കൊണ്ട് അതിന് കഴിയില്ല, സാമ്പത്തികമാണ്. അപ്പൊ നമ്മള് ഒന്ന് കേൾക്കുമ്പോ, ഒന്ന് ഉൾക്കൊള്ളുമ്പോ അതിനനുസരിച്ച് മാറ്റം ഉണ്ടാകാൻ സാധിക്കണം. നമ്മൾ മണ്ണാർക്കാട്ടുന്ന ഒരു ടി കണ്ടു, അതിൽ കയറി സീറ്റൊക്കെ കിട്ടി ഇരുന്ന് സുഖമായിട്ട് ഈ കോഴിക്കോട് വരെ ശത്രക്കെട്ട് ഉറങ്ങാന്ന് വിചാരിച്ച് അത് കുമരക്കുത്ത് ഉയർത്തിയപ്പോ പഞ്ചറായ അമ്മ കുത്തുന്ന ഉറങ്ങോ? ഇല്ല, നമ്മളത് ഇറങ്ങും. ഇറങ്ങിയിട്ട് ചെയ്യും, വേറെ ബസ് കാത്തുക്കും. ഏത് ബസ്? KSRTC അടുത്ത് തന്നെ. അതിൽ കയറിയാണ് നമ്മളെ സീറ്റ് തരുമോ? ഞാൻ ഇവിടെ കിട്ടുന്നതിന് ഈ ശക്തി ഇല്ല, നമ്മൾ ഒരു തണ്ട് കിട്ടിയാൽ മതി, നിൽക്കാൻ ഒരു കമ്പി കിട്ടിയാൽ അയിമ ചാരി. അഡ്ജസ്റ്റബിൾ ആണ്. പെട്ടെന്ന് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറുമ്പോൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. ആ അഡ്ജസ്റ്റ് ചെയ്യുക എന്നത്, ഇപ്പൊ നമ്മൾക്ക് ഒരു ക്ഷീണം വന്നാൽ നമ്മൾ 10 മിനിറ്റ് ഉറങ്ങും. ഒരു വാഹനം ഓട്ടി പോകുമ്പോൾ പെട്ടെന്ന് ഉറക്കം തോന്നിയാൽ ചെയ്യും, ഒന്ന് നമ്മളൊന്ന് വണ്ടി നിർത്തി ചായും, ഒരു 10 മിനിറ്റ് ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ ഉറക്കം കഴിഞ്ഞു. അല്ലാതെ വീട്ടിൽ പോയിട്ട് എനിക്കൊരു 3, 5 ഞാൻ കുറഞ്ഞില്ല 5 മണിക്കൂറാണ് പമ്പിൽ ഇറങ്ങിങ്ങാണ്ട് നമ്മൾ ഉറങ്ങുമോ? ഇല്ല. സാഹചര്യങ്ങൾ നമ്മൾക്ക് ആസ്വദിക്കാൻ അനുഭവിക്കാനുമുണ്ട്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് എന്റെ ജീവിതം എന്റേത് മാത്രമല്ല, എന്റെ മാതാപിതാക്കളുടെ ജീവിതം എന്റേത് മാത്രമല്ല, എന്റെ മക്കളുടെ ജീവിതം, എന്റെ ഭാര്യയുടെ ജീവിതം, എന്റെ ഭർത്താവിന്റെ ജീവിതം. ഇങ്ങനെ ചിന്തിക്കുമ്പോഴേ ഞാനാവുകയുള്ളൂ. മൃഗത്തെ പോലും കണ്ടിട്ടില്ല നിങ്ങൾ. ഞാൻ എന്റെ അനുഭവം പറയാം. ഒരു പൂച്ച 2 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി. പിറ്റേന്ന് ആ പൂച്ചയെ നായ കടിച്ചു കൊന്നപ്പോൾ ഈ 2 പൂച്ച കുട്ടികളെ നോക്കണം കാടമ്പൂച്ചയാണ്. കാടമ്പൂച്ച കുട്ടികളെ നോക്കണം. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കാടമ്പൂച്ച എന്റെ വീട്ടിന്റെ പുറത്ത് ഉള്ള മക്കളാ. ഈ ആൺപൂച്ചയാണ് ഈ മക്കളെ നോക്കണത്, അയിറ്റകളെ വാലാട്ടി പഠിപ്പിക്കണത്, അയിറ്റക്ക് അന്നം കൊടുക്കുമ്പോ കാവൽ നിൽക്കണത്. അത് തിന്നു കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ അള്ളാഹുവിന്റെ കാരുണ്യമല്ലാതെ വേറെ നിൽക്കുന്നത്. സാധാരണ പൂച്ച കുട്ടികളെ തിന്നലെയാണ് പൂച്ച. പക്ഷേ അള്ളാഹു തീരുമാനിക്കണം അതിന് കുട്ടികൾക്ക് ആ ഉമ്മല്ല. അപ്പോ ആ പൂച്ച നോക്കണമെന്ന് കാരുണ്യത്തിലൂടെ ഇറക്കി കൊടുത്തു നോക്കുക. മനുഷ്യരെ ആ സമയത്താണ് നമ്മൾ കേൾക്കുന്നത് ഉമ്മാനെ വെട്ടുന്നു, ബാപ്പാനെ വെട്ടിക്കൊല്ലാനാക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോ നമ്മൾ നിരാശരാകല്ല വേണ്ടത്. മറിച്ച് എന്തുകൊണ്ട് ആ പ്രകൃതത്തിൽ ജീവിക്കുന്ന ഈ ജീവികൾ ഇങ്ങനെ പഠിക്കുന്നു, എന്തുകൊണ്ട് നമ്മൾ അതിനെ അതിർലംഘിക്കുന്നു? അപ്പൊ നമ്മൾ ചിന്തിക്കാം, അങ്ങനെ അതിർലംഘനം ഉണ്ടാകാൻ പാടില്ല, എന്റെ വീട്ടിൽ അത് സംഭവിക്കരുത്, എന്റെ നാട്ടിൽ അത് സംഭവിക്കരുത്. അതിനുള്ള പരിഹാരം എന്താ? അതിനുള്ള പരിഹാരം ഒറ്റ പരിഹാരമേ ഉള്ളൂ. അതെന്താണ്? അത് ദഅവത്താണ്. അതാണ് ഇസ്ലാം പ്രചരിച്ചത് ദഅവത്ത് കൊണ്ടാണ്. അപ്പൊ നമ്മളുടെ ക്ലാസ്, നമ്മളുടെ ക്യാമ്പ്, നമ്മളുടെ ആരാധന കഴിഞ്ഞാലുള്ള ക്ലാസ്, അതൊക്കെ നാടുകളിലൂടെ ഇങ്ങനെ പല വകയായി 5 or 10 മിനിറ്റ് നടക്കുമ്പോ അത് ഹൃദയത്തിലേക്ക് കയറും. അത് കേറുമ്പോ നമ്മളുടെ വീട്ടിൽ വൈവാഹിക ബന്ധങ്ങൾ വരുമ്പോ സ്വാഭാവികമായും ദീനിന് പ്രാതിനിധ്യം കൊടുക്കണം. നമ്മളുടെ മകളെ വിവാഹം അന്വേഷിച്ചുകൊണ്ട് ദീനുള്ള ഒരാൾ കടന്നു വരുന്നു. അയാളുടെ ധാർമ്മിക വശങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്നു, ദീനിയായ ചുറ്റുപാട് വീട്ടിലുണ്ടോ എന്ന് അന്വേഷിക്കുന്നു. അൽഹംദുലില്ലാഹ് ഉണ്ട്. അപ്പൊ നമ്മൾ നമ്മുടെ മകളോട് കൂടി ആലോചിച്ചിട്ടാണ് തീരുമാനിക്കുക. മകളോട് പറയുന്നത്, ഞാൻ ആ വീട്ടിൽ പോയി, ദീനിയായ വീടാണ്, പള്ളി അടുത്തുണ്ട്, മദ്രസയുണ്ട്, ദീനി കാര്യങ്ങളൊക്കെ ഉണ്ട്, ഉമ്മ ജുമാഅത്തൊക്കെ പോകുന്ന ഉമ്മയാണ്, അല്ലേ? ഉമ്മയാണ്. അപ്പോ നമ്മുടെ ഉപ്പയോട് ചോദിക്കും, ഉപ്പ ഓന് സ്ഥിരം ജോലി ഉണ്ടോ എന്ന് ചോദിച്ചാൽ സർക്കാർ ജോലിയൊന്നുമില്ല. സർക്കാർ ജോലി ഇല്ലാതെ എങ്ങനെ ഞാൻ അനക്കുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ ഓനും വേണ്ട,
അല്ല ഓന് സർക്കാർ ജോലി ഉണ്ടായാലേ ഞാൻ കെട്ടുള്ളൂ എന്നൊരു പെൺകുട്ടി പറയരുത്. അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ അഥവാ ഞാനൊരു സർക്കാർ ജോലിക്കാരനാണ്, ഞങ്ങളൊരു പീടിയിൽ ചെന്നാൽ ഒരു സാധനം അവർ തരൂല, അറിയുന്നു. ഞങ്ങളൊരു ഫ്രിഡ്ജ് അങ്ങനെ തൂക്കുക, ഓൻ ചോദിക്കും മാഷ തരൂല. കാരണം എന്താ അറിയോ? അത് കണക്കൂട്ടി ആലോചിച്ച് ചിന്തിച്ച് അവസാനം അത് കൊണ്ട് കുത്തിവെച്ച് കണ്ട് ഓണാക്കാതെ പീഡിയക്കാരനെ വിളിച്ചിട്ട് പറയും ഇത് ഓണത്തെന്താ നല്ല വർക്ക് ചെയ്യില്ല, അതിന്റെ ആള് വരുമ്പോ ഓണാക്കി ഉണ്ടാവില്ല. അപ്പൊ ഓൻ ചോദിച്ചു മാസന്മാരുടെ സംശയത്തിന്റെ അതാണ്. അപ്പൊ ഈ സർക്കാർ ജോലി എന്നത് ഒരർത്ഥത്തിൽ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ നമ്മൾക്ക് ജീവിക്കാൻ തൊള്ളത്ത് കീറിയവൻ തിന്നാൻ തരും. തൊള്ള ചിലപ്പോ പള്ളിയാകാം, ചിലപ്പോ മദ്രസ ആകാം, ചിലപ്പോ റോഡ് വക്കിൽ കച്ചവടം ചെയ്യാം, ചിലപ്പോ ചായ്വാലയാകാം, എന്ത് ബാലെങ്കിലും ആയിക്കോട്ടെ. നമുക്ക് തിന്നാൻ തരുന്ന നമ്മളുടെ മകളെ പോറ്റാൻ കഴിയുന്ന ഓന് ചിലപ്പോ ഏക്കർ ഉണ്ടാവും, പക്ഷെ ആക്കർ ഉണ്ടാകുന്നില്ല. ചിലപ്പോ ആക്കർ ഉണ്ടാവില്ല, ചിലപ്പോ 2 സെന്റ് ഉണ്ടാവും. ആയിക്കോട്ടെ, ഉണ്ടോ അതിന് നമ്മൾ പ്രാമുഖ്യം കൊടുത്തത് കൊണ്ട് നിങ്ങളൊക്കെ സുന്ദരമായി കഴിഞ്ഞു കൂടുന്നു. പ്രതിസന്ധികളില്ല. നമ്മളെ മക്കളെ അങ്ങനെ കല്യാണം കഴിപ്പിച്ച് അയച്ചത് കൊണ്ട് ഞമ്മക്ക് പോലും ഞമ്മളെ പെരിയൊന്നും വന്ന് കാണാൻ പുതിയവർ മാസത്തിൽ 2 ദിവസമെങ്കിലും വരാൻ പറഞ്ഞാൽ പോലും അവരെത്താത്തത് അവർക്ക് അവിടെ വളരെ ഗംഭീരമാണ്. തറാവീഹിന് പോക്കും നിസ്കരിച്ചലും എംജിഎമ്മും ക്ലാസും ഖുർആൻ ക്ലാസും അതേപോലെ തന്നെ ബുദ്ധിമുട്ടിക്കില്ല, കഷ്ടപ്പെടുത്തലില്ല. അപ്പൊ ദീനുള്ളവൻ വന്ന് ഓൻ പട്ടത്താഴിയല്ലേ, ഓനെത്താ ഒരു മുറിയേപ്പേൻ കൂട്ട് എന്നൊന്നും ബാപ്പാരും പറയില്ല, ഉമ്മാരും പറയില്ല, പെൺകുട്ടികളും പറയാൻ പാടില്ല. ഞങ്ങളോട് പറഞ്ഞതറിയില്ല. ഒതായി എന്ന് പറയുന്ന സ്ഥലത്ത് എന്റെ ഒരു കൂട്ടുകാരന്റെ മകൻ കല്യാണം അന്വേഷിച്ചെന്നു. കല്യാണം അന്വേഷിച്ച് ചെന്നപ്പോ ആ കുട്ടിയുടെ എളാപ്പ എന്നെ ഫോണിൽ വിളിച്ചോട്ടിട്ടുണ്ടായിരുന്നു. അയാൾ വിളിച്ചിട്ട് പറഞ്ഞു, മൗലവി ഒരു ചെറിയ പ്രയാസമുണ്ട്, മോള് ഒരു ഡിമാൻഡ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ആധുനികമായ കാലമല്ലേ, മോളെ ഡിമാൻഡ് വെക്കുമ്പോ സ്വാഭാവികമായി എന്ത് ഡിമാൻഡ് ആയിരിക്കും എന്ന് വിചാരിച്ചു. എന്താണ് മോളെ ഡിമാൻഡ്? പരപ്പൻ അബ്ദുൽ മജീദ് സാഹിബിന്റെ വീട്ടിൽ കെട്ടിക്കൊണ്ടുവരാൻ എടുക്കുന്ന ആ കുട്ടിന്റെ എന്ത് ഡിമാൻഡ് ആണെങ്കിലും നമുക്ക് പറയാതെ അതിന് പറ്റണം. ഓക്ക് പറത്തിട്ട് പുതിയ ഇറങ്ങണം എന്ന് അതിനായക്കോ ചോദിച്ചു. ഞാൻ അത് പള്ളിന്റെ ഓരത്തുള്ള വീടാണ്, ആ വീട്ടിലേക്ക് പറത്തിട്ട് പുതിയത് വന്നാൽ ഒന്നും ഒരു പ്രയാസമല്ല, ആ കുട്ടിയോട് റെഡിയാകാൻ. ആ വിവാഹം കഴിഞ്ഞ് ആ കുട്ടി PhD MSc കഴിഞ്ഞ് PhDക്ക് പഠിക്കുക, അറബി കോളേജല്ല. അപ്പൊ ദീൻ എന്ന് പറയുന്നതിന്റെ വില മനസ്സിലാക്കുന്നവര് അത് ഉൾക്കൊള്ളും. അല്ലാതെ ചെന്ന് നമ്മളെ കുറ്റവും കുറവും നോക്കി അവസാനം പ്രകടിപ്പിച്ച് എന്റെ ബലിക്ക് പോയിക്കോ, എന്റെ ബലിയിൽ എന്താ ഉള്ളത്, സ്വർണ്ണം കൊണ്ട് കൊടുക്കണോ, ആകെ 3 പവനാള്, അതിന്റെ വലിയ നെല്ലൊന്നും നോക്കൂല, അതിനിങ്ങനെ ചീത്ത പറയണം. അപ്പൊ ദീനുണ്ടായാൽ അവിടെ ദീനുണ്ടായാൽ ഉണ്ടാകും, ദീനുണ്ടാകും. അപ്പൊ ദീനിന്റെ അടിസ്ഥാനത്തോടു കൂടിയായിരിക്കണം വിവാഹം നടക്കപ്പെടുന്നത്, ഊട്ടിയുറപ്പിക്കപ്പെടണം. ജാലവൈനക്കും മവദ്ദത്തൻ വറഹ്മ. നമ്മൾ നോക്കൂ, നിങ്ങൾ വിവാഹ ബന്ധം എന്ന് പറയുന്നത്, നമ്മളെ ദാമ്പത്തിക ബന്ധം എന്ന് പറയുന്നത് വളരെ അനുഗ്രഹീതമായ ഒരു കാര്യമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നമ്മൾ എത്ര പ്രയാസപ്പെട്ട്, എത്ര പ്രയാസം സഹിച്ച്, എത്ര ക്ഷീണം സഹിച്ച് നമ്മുടെ വീട്ടിലെത്തിയിട്ട് ആ കോളിംഗ് ബെല്ലിൽ അടിച്ച് ഉമ്മ വന്ന് ഡോറ് തുറന്ന് അകത്ത് കയറി നമുക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ച് ഒരു ചൂടുവെള്ളമോ ഒരു തണുത്ത വെള്ളമോ തന്ന് നമുക്ക് കുളിക്കാനുള്ള തോർത്തെടുത്ത് തന്നു കഴിഞ്ഞാൽ നമ്മളുടെ 3/4 ഭാഗത്തെ ക്ഷീണവും അതോടുകൂടി മാറുന്നു. ഒരു പ്രവാസ ജീവിതം നയിക്കുന്ന ഒരു സഹോദരനോട് ചോദിച്ചു നോക്കി, ഓനെ ആ സൗകര്യങ്ങളൊക്കെ അവിടെ കിട്ടുണ്ടാവും, പക്ഷേ അവന്റെ മനസ്സ് നാട്ടിക്ക് വിളിക്കാൻ ഇങ്ങനെ കൊതിച്ച് കാത്തു നിൽക്കുന്നതാ, അവന്റെ വധു ഇവിടെ അവിടെ ഇല്ല എന്നുള്ളതാണ്. അപ്പോ തന്റെ വൈനക്കും മബദ്ധത്ത് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഒരു പൊതുധാരണ ഉണ്ട്. നമ്മളങ്ങനെ പെണ്ണിനെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്, നമുക്ക് മനസ്സിലായാലും കൂടി നമ്മളെ തലയിൽ കയറും. നമ്മളെ തലയിൽ ഇതുവരെ ഒരു കാര്യങ്ങളും ഇനി അഥവാ കയറുമോ? ആരെ ഈ തലയിൽ കയറുക എന്നുള്ള പദം കൊണ്ടെന്ന് ഇല്ല. ഇസ്ലാമിക ജീവിതത്തിൽ ഒരാൾ ഒരു പറയുന്നത് കേട്ടു, പിന്നെ എന്റെ വധു പെരിയിലുണ്ട്, കൊതു ഓളാടെ പെരിയിലുണ്ട്. നമ്മൾ നോക്കൂ, നിങ്ങള് ചിലപ്പോ തമാശ കഴിക്കാൻ നമ്മൾ പറയുന്നത് വധുവിനെ കൊതു എന്ന് വിളിക്കണേ ചിലപ്പോ ഒരു തമാശ കഴിക്കാം. പക്ഷേ ഇതെല്ലാം കൂടി നമ്മൾ ഓലെ മേത്തിട്ടിട്ട് ഓല അവസാനം പറയാം, എന്നാലേ നിങ്ങളങ്ങോട്ട് ഇന്നത്തെ തോൽക്ക് നിങ്ങളാ നോക്കിക്കോളെ, നമ്മളാ പെരച്ചപ്പൊക്കെ നീച്ചാൽ എന്താ കാട്ടുക, എന്ത് കാഴ്പ ഓടി കുത്തിരത്തിട്ട് തിന്നിട്ട് തന്നെ എന്തൊക്കെ കാരണം. അതിന്റെ ഇടയ്ക്ക് മറ്റേ ഒരുത്തിക്ക് മുട്ട മതി, ഒരുത്തിക്ക് പൊരിച്ചേ വേണം, ഒരുത്തിക്ക് പിന്നെ മുരിങ്ങ പറ്റൂല, ഒരിക്കലും മുരിങ്ങന്റെ ചാറ് മതി. നമ്മൾ ആദ്യം തന്നെ AK-47 വെട്ടി വെച്ചാൽ മുന്നില്ല.
ഇല്ലേ? നോമ്പ് തുറക്കാൻ നേരം ആ 3:30-4 മണിക്ക് തുടങ്ങിയതാണ്. ഒന്നും ഉണ്ടായിട്ടല്ല, ആ എല്ലാം കൂടി സെറ്റപ്പ് ആക്കിയിട്ട് അത് കൊണ്ടുവരുന്ന. ഇപ്പൊ ഞങ്ങളുടെ നാട്ടില് പാണ്ടിക്കാട്ടിൽ നിന്ന് വലിയൊരു ഷോപ്പുണ്ട്. ആ ഷോപ്പില് ഭയങ്കര തിരക്കാണ് ഈ വൈകുന്നേരം സാധനങ്ങൾ വാങ്ങാൻ. അപ്പൊ ഞാൻ വിചാരിച്ചിട്ട് എത്ര അവിടെ തിരക്ക്. അപ്പൊ എന്താ അറിയോ, അവിടെ ഒരു സ്ത്രീ കൂടിയുണ്ട്. ആ എല്ലാ കാര്യത്തിലും വളരെ തിരക്കില്ലാതെ ചോദിക്കാനും പറയാനും വേണ്ടതുപോലെ ഉണ്ടാക്കാനും പൂക്കോട്ടും പാടത്തുനിന്ന് വന്ന ഒരു സ്ത്രീ കൂടി ആ ഭർത്താവിന്റെ കൂടെ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അല്ലാതെ പിന്നെ ഒരുക്കുണ്ടാവുക എവിടെ മറ്റേ അതിന്റെ ഇടയ്ക്ക് പഴംപൊരിക്കാണ് ഇതെല്ലാം കൂടി കഴിക്കാറ്. മറ്റൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, നമ്മളുടെയൊക്കെ ജീവിതത്തിന്റെ ഒരു വിജയത്തിന്റെ ഈ കോണി കയറുന്നതിൽ, നമ്മളെ കേൾക്കുന്നതിൽ നമ്മളുടെ ഭാര്യ വല്ലാത്ത പങ്കുവയ്ക്കുന്നുണ്ട്. അത് മബദ്ധത്ത് എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് നല്ലോണം സ്നേഹമാണ് കെട്ടിക്കൊടുക്കാൻ. അന്നുള്ള സ്നേഹം ഇന്നാണെങ്കിൽ പോലും. അപ്പൊ ഞാൻ രാവിലെ ഇന്ന് പോയപ്പോ എന്നോട് ചോദിക്കുന്നുണ്ട്, എവിടേക്കാണ് യാത്ര, എവിടേക്കാണ് പോകേണ്ടത്, എവിടേക്കാണ് ഇത് കഴിഞ്ഞാണ്ടായി. കാരണം അഥവാ എവിടേക്കെങ്കിലും പോയി കുട്ടി മരിച്ചാൽ വിവരം കിട്ടേണ്ട ഒരുക്കാണല്ലോ. അല്ലേ? നമ്മൾ ചെറുക്കുമ്പോഴേക്ക് നമ്മളെ ഒഴിവാക്കേണ്ടവരാണ്, നമ്മളെ അതിനുശേഷം നമ്മളെ മക്കളെ പോറ്റേണ്ടവരാണ്, നോക്കേണ്ടവരാണ്. അപ്പൊ ഉത്തരവാദിത്വങ്ങളൊക്കെ നമ്മൾ നിർവഹിക്കുന്നതിന്റെ 3/4 നമ്മളുടെ വീട്ടിൽ നിർവഹിക്കുന്നത് നമ്മളുടെ ഭാര്യയാണ് എന്ന് കെട്ടിക്കൊടുന്ന് 4-5 കൊല്ലം കഴിഞ്ഞാല് ഞാൻ എന്റെ പിടിക്ക് പോയിക്കോ അല്ലേ? അതുവരെ നമ്മൾ അപ്പൊ അങ്ങനെയല്ല. അതൊക്കെ വളരെ തറവാട്, ആ മഹത്തരമായ വീട്. അവിടേക്കൊന്ന് നോമ്പ് തുറക്കാൻ ചിലപ്പോ വിളിച്ചു തരും, ചിലപ്പോ വിളിച്ചിടാതെ വരും. അപ്പോ ഉമ്മ ഞാൻ എപ്പോഴാ വരേണ്ടത്? അങ്ങനെ മനെ അവിടെ തുറക്കിയൊന്നുമില്ല. എന്നാലേക്കോട്ടമ്മ ഞാൻ എപ്പോഴേലും വരണ്ടോ. അല്ലാതെ ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ ഭാര്യ വീട്ടുകാരോടുള്ള സമീപനം മാറുക. നമ്മക്കുള്ള ഫർണിച്ചറും പെരയൊക്കെ കിട്ടിയാൽ പിന്നെ നമ്മളെ സ്വഭാവം അരിക്കൊമ്പന്റെ സ്വഭാവമാണ്. അത് പാടില്ല. നമ്മള് അത് ഭാര്യയുടെ വീടാണ്, അത് ഭാര്യയുടെ ഉപ്പയാണ്, അത് ഭാര്യയുടെ ഉമ്മയാണ്, അത് നമ്മളുടെ പാപ്പ കൂടിയാണ്, നമ്മുടെ ഉമ്മ കൂടിയാണ്. നമുക്കൊരു പ്രതിസന്ധി വരുമ്പോ, ഇപ്പൊ കഴിഞ്ഞ ദിവസം ദുബായിൽ നിന്ന് വിസിറ്റിംഗ് വിസ അടിച്ചടിച്ച് ജോലി ചെയ്തിരുന്ന ഒരു സഹോദരൻ നാട്ടിൽ വന്നു. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ഇപ്പൊ ഇവിടെ നിന്നൂടെ, ക്രിസ്ത്യനല്ലേ, ഇവിടെ നിന്നൂടെ നിങ്ങൾക്ക്? അല്ല, അതിന് ഒരു കടമുണ്ട്, വീടുമ്മ കടം വെച്ചു, വീടുമ്മ കടമുണ്ട്. അതെങ്ങനെ എനിക്ക് വീടുമ്മ കടല്ലാന്നാണല്ലോ പറഞ്ഞു കേട്ട്. ലോണൊന്നും ചോദിച്ചിട്ടില്ലല്ലോ. അല്ല, വീടുമ്മ കടമല്ല, അത് എങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുമ്പോ അമ്മോശന് 5 ലക്ഷം തന്നത്. അതായത് അത് കട. അത് കടല്ലെങ്കിലും ആ മനുഷ്യന് വേറെ 4 കുട്ടികൾ വേറെ, അതിന് 3 കുട്ടികളെ കെട്ടിച്ചണം, അതിൻ്റെയൊക്കെ പെരട്ടണം. അപ്പൊ ഞാൻ 5 വാങ്ങിപ്പോന്നായ ഞാനത് വിചാരിച്ച അബ്ദുള്ള നമ്മുടെ പേര്, അബ്ദുള്ള, അള്ളാന്റെ അടിമന്നെയാണ്. വേറെ വിചാരിച്ചോ അമ്മച്ചാക്ക് 5 തന്നോളൂ, ഒരു 10 തരേണ്ടതായി. എവിടുന്ന് എടുത്തതെന്ന് ആലോചിച്ചില്ല. എവിടുന്ന് എടുത്ത് ഈ ഒരു കാലത്ത് ഒരു 500 രൂപ എടുത്തു തരാൻ എന്തൊരു ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ. ഒരു 500 രൂപ കിട്ടിപ്പോരാൻ എത്ര പ്രയാസമുണ്ട് ഈ സഹോദരിമാര് നമ്മൾ മനസ്സിലാക്കണം. കുടുംബമാണ് എത്ര ഹൃദയസ്തംഭനം മൂലം നിര്യാതനായി, ഹൃദയസ്തംഭനം മൂലം നിര്യാതെ ആയിന്ന് കേൾക്കൂല. അങ്ങനത്തെ ആർക്കില്ലേക്കല്ല. നിങ്ങൾ വിചാരിച്ചിട്ട ഞങ്ങളാരും ഹാർട്ട് അറ്റാക്ക് ആയിട്ട് സ്റ്റാൻഡേർഡിൽ മരിച്ചാൽ അതല്ല. ഇത് ഇങ്ങനെ ഞാൻ അങ്ങനെ പറയല്ലോ, നമ്മളെ കുറ്റപ്പെടുത്താൻ വിചാരിച്ചത്. ഞങ്ങളൊക്കെ രാത്രി കടന്ന ഒരു 10 മണിക്ക് തറാവിയൊക്കെ കഴിഞ്ഞ് വീട്ടിലൊക്കെ എത്തുമ്പോഴേക്കും നമുക്ക് ഒരു 10:15-10:30 ഭാര്യ ചോദിക്കത്തറിയും, നാളെ എന്താ കഴിയില്ലാത്ത അതൊരു ചോദ്യമാണ്. അപ്പൊ നമ്മളൊരു 3-4 പറഞ്ഞു കൊടുക്കും. അതോടുകൂടി എന്തായി നിങ്ങൾക്ക് ഓർമ്മ, ഞങ്ങൾ ആലോചിക്കുന്നത് ഇന്നത്തെ വരുമാനം, ഇന്നത്തെ ചെലവ്, ഇന്നത്തെ കസേരപ്പെടുന്ന നിൽക്കാം അവിടെ. അപ്പൊ ഇന്നത്തെ ചെലവ്, ഇന്നത്തെ ആലോചന, പിന്നെ മക്കളെ പ്രസവം, അവരുടെ മറ്റുള്ള കാര്യം, ഇതൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യുമ്പോ കൂടെ പണം ആലോചിക്കണം. പണം എന്ന് പറയുന്നത് ഇപ്പോ നമുക്ക് കിട്ടുന്നത് വളരെ ചുരുക്കമായിട്ടായിരിക്കും എന്ന് പറഞ്ഞാൽ, ഞാൻ സൗണ്ട് കുറക്കണം, എല്ലാവരും കൂടെ മനസ്സിലാക്കേണ്ടത്. അപ്പോ കേൾക്കണ്ടല്ലോ ബാക്കില് സാറല്ല, ഞാൻ അടുത്തൊന്ന് പറഞ്ഞു. അപ്പോ നമ്മള് പിന്നെ ഈ മബദ്ധത്ത് എന്ന് പറഞ്ഞാല് അത് തിരിച്ചും വേണം. അധികവും ഇപ്പൊ പുരുഷന്മാരെ സംബന്ധിച്ച്, ഞാനൊരു ദിവസം ഒരു ഹോട്ടലിൽ ചായ കുടിക്കാനിരിക്കുമ്പോ റോഡ് വെക്കില്ല ചായപ്പൊടിയാണ്. അപ്പൊ ഒരാൾ ഒരു വണ്ടിമ വന്ന് നിർത്തുകയാണ്. അയാള് കറുത്തിരുണ്ട് പോയൊരു മനുഷ്യൻ, 2 സഞ്ചി പ്ലാസ്റ്റിക് സഞ്ചി, പഴയ ചാക്ക് സഞ്ചി അടിച്ചിട്ട് വെച്ചാണ്. അപ്പൊ അയാൾ ഒരു പപ്പട കച്ചവടമാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എവിടുന്നാ വരുന്നത്? എന്റെ നാട് മഞ്ചേരി പാണ്ടിക്കാടാണ്. ഒറ്റപ്പാലത്ത് നിന്നാണ് അയാൾ വരുന്നത്.
അപ്പൊ ഞാൻ ചോദിച്ചു ബൈക്ക് എന്നും ഈ ബൈക്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ ഓടിയാൽ ഏത് ഷാരൂഖ് ഖാനാണെങ്കിലും കറുത്തു പോവും, കറുത്തിരുട്ട് പോവും. ഫേസ്ബുക്കിൽ നമ്മൾ ഒരു ഐഫോണിന്റെ ഫോട്ടോ കഴിയും ചിലപ്പോൾ ഞാനൊക്കെ വെളുത്തിട്ടേക്കാണ് നിൽക്കുക. എന്നെ ചിലവരൊക്കെ സെൽഫിക്ക് വിളിച്ചപ്പോ ഞാൻ വെറുതെ അലമ്പുണ്ടാക്കണ്ടെന്ന് പറഞ്ഞ് മാറി നിൽക്കലാണ്. ഒരു ഐഫോണിലൊക്കെ ചിലപ്പോൾ എടുത്താല് ചിലപ്പോൾ ഒരു വലിയ ചുവപ്പൊക്കെ തോന്നിയിരുന്നു. അങ്ങനെ കുറെ ഐഫോണിൽ ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് നിങ്ങളോട് രാഗം പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറെ ആൾക്കാർ. ശ്രദ്ധിച്ചോളി, അതിലൂടെ വരുന്ന ഈ ചാറ്റിംഗ് കൂടി ചീറ്റിംഗ് കൂടി എത്തിപ്പെടുന്ന എങ്ങനെയാ നിങ്ങള് എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മളുടെ കൺമുമ്പിൽ നമ്മളൊരു ഖുർആൻ ഓതാൻ മൊബൈൽ എടുത്തിട്ട് ഇങ്ങനെ വെച്ചാൽ പോലും അതിൽ വരുന്ന നമുക്ക് വരുന്ന ഐഡന്റിഫിക്കേഷൻ ഉണ്ടല്ലോ, ഐഡന്റിഫിക്കേഷനിൽ വരെ പലതരത്തിലുള്ള ഫിത്തനകൾ കയറി വരും. അത് കയറി വരുമ്പോൾ ആ സൗന്ദര്യത്തെ നമ്മൾ പ്രധാനമായി കാണും. ആ സൗന്ദര്യം കാണുമ്പോൾ വൈകുന്നേരമാകുമ്പോ ഈ എന്താ പറയാ ഉണക്കക്കല്ല് കയറി വരുമ്പോ ഇതിനേറെ ചൊട്ട ഫേസ്ബുക്കിലുള്ള കാറ്റാണല്ലോ എന്ന് തോന്നിപ്പോയാൽ നമ്മളുടെ മനസ്സ് പിടുങ്ങാൻ തുടങ്ങും. പിന്നെ നമ്മുടെ ദീന് പ്രവർത്തിക്കൂല. കാരണം ഏതൊക്കെയാണ് ഇസ്ലാം വ്യഭിചാരമായി പഠിപ്പിച്ചത്? വ്യഭിചാരത്തോട് അടുക്കുന്നത് മുഴുവൻ വ്യഭിചാരമായി കാണാൻ പഠിപ്പിച്ചത്. വ്യഭിചാരം എന്ന് പറയുന്നത് ലൈംഗിക ബന്ധം മാത്രമല്ല, കാണുന്നതും നോക്കുന്നതും. ആണുങ്ങളോട് പറഞ്ഞു ഒരു നോട്ടം, രണ്ടാമത്തെ നോട്ടം നമ്മെ സംബന്ധിച്ചിടത്തോളം അത് തിന്മയിലേക്ക് എത്തുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫേസ്ബുക്കും വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ അതൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ നല്ലോണം മുഅ്മിനീങ്ങൾ ശ്രദ്ധിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് കൂടി ഞാൻ പറഞ്ഞു തരാം. നമ്മളുടെ ഭർത്താവിനെ വേണ്ട എന്ന് തോന്നും, നമ്മളുടെ മക്കൾക്ക് അത് മനസ്സിലായി തോന്നും. മക്കൾക്ക് മനസ്സിലായാൽ ബാപ്പയോട് പറയവര്, ഉമ്മ നിങ്ങളില്ലാത്ത നേരത്തെ ആരോടോ വർത്താനം പറയുന്നത് വാപ്പ ഒന്നും പറയുന്നില്ല. അവസാനം ഈ ഉമ്മ ഏതെങ്കിലും ഒരു ദിവസം ആരോടെങ്കിലും പോയി കഴിഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് നിയമം മാറ്റിയിട്ടുണ്ട്, കുട്ടികളെ ഇട്ടേച്ച് പോകാൻ പാടില്ലപ്പോ. അഥവാ ശിശുക്കളായ ബാല്യം കടക്കുന്ന കുട്ടികളെ ഇട്ട് മാറിയ വിവരം നമ്മളാരും അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നല്ല വിചാരിക്കണേ. അങ്ങനെ ഈ കുട്ടികളുടെ സംരക്ഷണം, കാരണം ബാലാവകാശ കമ്മീഷൻ കൂടി ഇടപെട്ടത് കൊണ്ട് ഒന്നും ഏറ്റെടുക്കില്ല, നമ്മളെ ഏറ്റെടുക്കേണ്ടി വരും. ഏറ്റെടുക്കാൻ വേണ്ടി ഇന്നൊരു സഹോദരിയുടെ ഗതി എന്താ? അങ്ങനെ പോയി അവസാനം കാമുകം പറഞ്ഞു, എനിക്ക് വേണ്ട, എന്റെ കുടുംബക്കാരൊക്കെ പാടാൻ മളിയാണ് എന്നെ, അവിടെ എനിക്ക് എന്നെ വേണ്ട. അവസാനം പുതിയതിന്റെ വീട്ടുകാർ പറഞ്ഞു, അതൊക്കെ പുതിയാപ്പന്റെ പെരക്കാർ പറഞ്ഞു, ഇനി ഈ വളർത്തിട്ട് കയറണ്ട. അവസാനം ഓളം വീട്ടിൽ മലപ്പുറം വീട്ടിൽ വന്നപ്പോ വാപ്പ പറഞ്ഞു, ഇപ്പൊ എനിക്ക് ഇനി വേണ്ട. കാരണം അന്നെ ദീൻ പഠിപ്പിച്ച് മദ്രസയിൽ പഠിപ്പിച്ച് പഠിപ്പിച്ച് ദീനുള്ള വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചിട്ട് സോഷ്യൽ മീഡിയ കൂടി പരിചയപ്പെട്ടവരൊക്കെ ഇറങ്ങിപ്പോയി നാടാകെ വഷളാക്കി ഞങ്ങളും നാണം കെട്ടു, ഇനി ഈ പെരയ്ക്ക് കയറി വരണ്ട എന്ന് പറഞ്ഞു. അവസാനം എന്ത് ചെയ്യുന്നറിയോ? ആ സ്ത്രീക്ക് വേണ്ടി മാത്രം ചെറിയൊരു വീട് ഒരു പറമ്പിൽ കയറ്റി കൊടുത്തിട്ടാണ്, അവിടെ മാത്രമാണ് നിൽക്കണേ. ആലോചിക്കണം, പട്ടാരം വിട്ടയച്ച് ഒരു കൂരയിലേക്ക് പോകേണ്ടി വരികയല്ലേ. അതുകൊണ്ട് റഹ്മത്ത് മബദ്ദത്ത് എന്ന് പറയുന്നത് നമ്മളുടെ ചെറുപ്പകാലത്താണെങ്കിലും ഭാവിയിൽ റഹ്മത്ത് കൂടി ഇടപെടണം. ഒരു 10-35 വയസ്സ് വരെ നമുക്ക് മബദ്ദത്താണെങ്കിൽ നമ്മൾക്കത് കഴിയുമ്പോൾ റഹ്മത്ത് കൂടി വരണം. അതെന്താണ്? കായശേഷി പോലും ഇല്ലാതെ, ചിലപ്പോൾ അബോധാവസ്ഥയിൽ പോലും ആകാം, ചിലപ്പോൾ കോമയിലാകാം, ചിലപ്പോൾ മൂക്കുകൂടി പൈപ്പിടുന്ന ഭാര്യയാകും, ചിലപ്പോൾ ഭർത്താവിന്റെ മൂക്കിൽ പൈപ്പിടേണ്ടി വരും. ആ പാരത്രികമായ ലോകത്തെ പൂതി വെച്ചുകൊണ്ട് ഭർത്താവിനെ സംരക്ഷിക്കുകയും അതുപോലെ തന്നെ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ ഭാര്യനെ സംരക്ഷിക്കുകയും ആ ഒരവസ്ഥയിൽ മക്കളെ പരിപാലിക്കുകയും ഒക്കെ ചെയ്ത് നമ്മൾക്ക് ഈ ലോകത്തുനിന്ന് മരിച്ചു പോയാൽ അല്ലാഹ് നാളെ സ്വർഗം തരുമെന്നാണ്. കാരണം ഒരു ഭാര്യയുടെ കാര്യത്തിൽ ഭർത്താവിനെ കുറിച്ച് ഭാര്യ തൃപ്തിപ്പെട്ടാൽ, നമുക്ക് മരണം സംഭവിച്ചാൽ, തിരിച്ചും സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് അല്ലാഹു സ്വർഗം കൊടുക്കുമെന്നാണ്. നമ്മൾ ആകെ പൂതി വെക്കണ എന്താ? ആകെ പൂതി വെക്കുന്ന സ്വർഗമാണ്. ഈ ദുനിയാവ് എന്ന് പറഞ്ഞാല് നമുക്ക് അത്രയുള്ളൂ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ +1 ക്ലാസ്സിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകന്റെ അനുഭവം പറഞ്ഞു. അപ്പൊ അതിൽ പഠിക്കുന്ന ഒരു ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. വിവാഹങ്ങൾ 4 കാര്യങ്ങൾക്കാണ് വേണ്ടി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിൽ പഠിപ്പിക്കുന്നിടത്ത് ആ പഠിപ്പിക്കൽ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അധ്യാപകൻ ചോദിച്ചു കുട്ടികളോട്, എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൗന്ദര്യത്തിനും അതുപോലെ തന്നെ തറവാടിനും
അതുപോലെ തന്നെ ദീനിനും അതുപോലെ തന്നെ പിന്നെ സമ്പത്തിനും പരിഗണന കൊടുക്കുന്നിടത്ത് ദീനിനാണ് പരിഗണന കൊടുക്കേണ്ടത്, എന്നാലാ ജയിക്കുക എന്ന് പറഞ്ഞത് എന്തുകൊണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോ 10-50 കുട്ടികളുള്ള ക്ലാസ്സാണ്. അപ്പോ അതിലിങ്ങനെ പലതും ഇങ്ങനെ മെല്ലെ മെല്ലെ കുറുകുറൊക്കെ പറയുന്നു. എന്നാൽ ഒരു പെൺകുട്ടി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത് അദ്ദേഹം നീതിയുടെ പറഞ്ഞു. അതായത് പറഞ്ഞെന്താന്ന് വെച്ചാല്, സർ സൗന്ദര്യം ഒരു തിരിച്ചാൽ അത് പോവും, പിന്നെ തറവാട് അതൊക്കെ കുറെ കഴിയുമ്പോൾ പൊളിഞ്ഞൂലേ, പിന്നെ പൈസ അതിപ്പോ 1-2 കൊല്ലം കഴിയുമ്പോ വല്ല പ്രശ്നം വന്നാൽ പൈസ ചെലവാക്കിയാൽ അത് കഴിയും. പക്ഷെ ദീൻ സർ അതാണ് എന്നും നിലനിൽക്കുള്ളൂ, അതൊരിക്കലും പോകില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞത്. അപ്പോ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ദീനിനെ പ്രായാധിക്യം വരുമ്പോഴും നമുക്ക് കയ്യും കാലും അനങ്ങാതെ കിടക്കുമ്പോഴും നമ്മൾ കുഴക്കുമ്പോഴും ചുമക്കുമ്പോഴും കിടന്നുറങ്ങുമ്പോൾ സ്വൈരം തരാത്ത ഒരു പാവപ്പെട്ട മനുഷ്യനാണെങ്കിൽ പോലും അയാളോട് നമ്മൾ റഹ്മത്ത് കാണിച്ചേ പറ്റൂ. അത് നോമ്പുകാലമായാൽ പോലും ഇപ്പൊ നമ്മൾ നോമ്പ് തുറക്കാൻ നേരം നമ്മള് 35, 30, 35, 40, 45, 50 വയസ്സ് വരെയുള്ളവരൊക്കെ ഇങ്ങനെ അങ്ങോട്ട് പോകുണ്ടാവും, അത് എടുത്തിട്ടുണ്ടാവും, പുറത്ത് ഇറങ്ങുണ്ടാവും, ബാങ്ക് കൊടുത്തോ നോക്കുണ്ടാവും. പിന്നെ ഒരു ചെറിയ മക്കളുണ്ട് ചുരുങ്ങാട്, ഓരിങ്ങനെ മധുരണ്ടോ നോക്കുന്നുണ്ടാവും, ഒരു വക്കൊക്കെ കടിച്ചാട് നോക്കുന്നുണ്ടാവും, മുന്തിരിനെ ചിലപ്പോൾ തിന്നുന്നുണ്ടാവും, ചിലപ്പോൾ ചാറും പാലുണ്ടാവും. ആ ഓരോ ഭാഗം അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ അവിടെ ഇങ്ങനെ കാത്തുക്കുമ്പോഴേക്കാരെ ഓരോരോ 2 മിനിറ്റിനും മനെ വാങ്ങോട്ടാ എന്ന് ചോദിച്ചത് വായിച്ചാൽ വലിയ കണ്ടിട്ടുണ്ടാവും. നമ്മൾ പറയും 2 കൂട്ടരും കണക്കാം, ഒരുത്തർ അവിടെ പത്തൊക്കെ ഒരുത്തിലൂടെ ബാങ്ക് കൊടുത്തോ വാങ്ങോ. അതുകൊണ്ട് തന്നെയാണ് റസൂൽ അങ്ങനെ പറഞ്ഞു. ഓരോ 2 കൂട്ടരും കണക്കാണ്, ഒരേപോലെയാണ്. അതുകൊണ്ടാണ് ചെറിയവരോട് കരുണ കാണിക്കാത്തവരും വലിയവരെ ബഹുമാനിക്കാത്തവരും നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടതല്ല. ലൈസ മിന്നാ എന്ന് പറഞ്ഞാൽ മുസ്ലിം അല്ല എന്നല്ലേ ഈ പറഞ്ഞത്. അപ്പൊ ഇസ്ലാമിന്റെ പ്രമാണം നമ്മൾ പഠിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാലും പോരാ, ചെറിയ കുട്ടികളോട് കരുണ ചെയ്യാനും വലിയവരെ ആദരിക്കാനും ബഹുമാനിക്കാനും എന്ത് ചെയ്യണം? നമുക്ക് കഴിയണം, നമുക്ക് കഴിഞ്ഞിരിക്കണം. നിങ്ങളുടെ വീട് വൃദ്ധസദനമാണ്. നിങ്ങളുടെ വീട് വൃദ്ധസദനമായത് കൊണ്ടാണ് നിങ്ങളുടെ വീടിന് ബർക്കത്തുള്ളത്. നിങ്ങളുടെ വീട്ടിൽ വാപ്പയോ ഉമ്മയോ വഫാത്താകുമ്പോഴാണ് ആ വീട്ടിലെ ഐശ്വര്യവും ആ വീട്ടിൽ ഉണ്ടായിരുന്ന സന്തോഷവും എത്രയും. അപ്പോ അവരെ കൊണ്ട് നമ്മൾ മനസ്സിലാകുന്നു. അവരെ കൊണ്ട് എല്ലാ വർഷവും ഉപ്പ ഉണ്ടാകണം. അപ്പൊ ഉപ്പ നോമ്പിന്റെ മുമ്പ് തന്നെ 10 കിലോയുടെ ഈത്തപ്പഴത്തിന്റെ പെട്ടി, അത് വാപ്പയുടെ വകയാണ്. 2 വീട്ടിൽ ഇക്കൊല്ലം ഞങ്ങൾക്ക് അതവിടെ വാങ്ങുന്നത് കൂടി ഇല്ല. എവിടെ നിന്നാണ് വാപ്പ അത് സംഘടിപ്പിക്കല്? വാപ്പ ഒരു സഞ്ചിയിലാക്കിയിട്ട് ബൈക്കമ്മ കൊളത്തി 2 മക്കൾ വീട്ടിൽ എത്തിച്ചേരും. ഇക്കൊല്ലം എത്തി കാര്യമില്ല, ഞങ്ങൾ കിട്ടുകയല്ലേ, എവിടുന്ന വാപ്പ വാങ്ങലാവട്ടെ. പോയി വാങ്ങാൻ നോക്കുമ്പോ വാപ്പ കൊണ്ടുവരുന്ന ഈത്തപ്പഴം ഞങ്ങൾ എങ്ങനെ വിലപിച്ചാലും ആ വാപ്പ കൊണ്ടുവരുന്ന ഈത്തപ്പഴത്തിൽ നമുക്ക് ഞങ്ങളെ കണ്ടാളെ വലിയെത്തൂല, അത്രത്തോളം മൂല്യമുള്ളതാണ്. ഇങ്ങനെയാണ് നമ്മളെയൊക്കെ നമ്മളുടെ മാതാപിതാക്കളെ വളർത്തിക്കൊണ്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ ശിഷ്ടകാലം അത്രേ പറയുള്ളൂ. ഈ ശിഷ്ടകാലം നമ്മളെന്ത് സഹിച്ചാലും പാടില്ല, എത്ര കഷ്ടപ്പെട്ടാലും പാടില്ല. ഭാര്യ ഭർത്താവും, പ്രിയപ്പെട്ട ഭാര്യമാരെ, വീട്ടിലുള്ള പ്രായം ചെന്ന മാതാപിതാക്കളെ പരിപാലിക്കാൻ നിങ്ങളാണ് ഏറ്റവും കൂടുതൽ മുന്നിലുള്ളത്. ഞങ്ങൾക്കത് നിങ്ങളാണ് മുന്നിലുള്ളത്. ഞങ്ങളൊക്കെ മെല്ലെ കൂടി തരുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഉമ്മ നമ്മളെ തന്നെ നിൽക്കുന്നത്. നമ്മളൊരിക്കലും ഉമ്മാനെ പറഞ്ഞില്ല ഉമ്മ എന്താ ഇവിടെ തന്നെ നിൽക്കണം, ഉമ്മ എന്താ ഉറുക്ക് പോകാത്തത് പറഞ്ഞിട്ടില്ല. കാരണം എന്താ? നമ്മളമ്മാർക്ക് ഒരു കട്ടില്, ഉമ്മാരുടെ ഒരു മുമ്പ കഴിഞ്ഞ് ഉമ്മാരുടെ കോളാക്കി, ഉമ്മാരെ ഒരു മുസല്ല, ഉമ്മാരുടെ സൂള്, ഉമ്മാന്റെ ഒരു കുഴമ്പ്, അത് ആ വെക്കുന്നോടത്ത് ഒരിക്കൽ 2ാമത്തെ ഒരു നമ്പർ അറിയില്ല. ഒരിക്കൽ ഹജ്ജിന് പോകാൻ ഭാഗ്യം ലഭിച്ചപ്പോ കുറെ പ്രായം ചെന്ന ആൾക്കാരുണ്ടായിരുന്നപ്പോ അങ്ങനെ ഇവിടുന്ന് പാസ്പോർട്ടൊക്കെ കൊടുത്തു, എല്ലാവർക്കും നമ്പറൊക്കെ കൊടുത്തു. അപ്പൊ ഒരു ആചാര്യങ്ങനെ അഹമ്മദ് കുട്ടി 43, അഹമ്മദ് കുട്ടി 43, അഹമ്മദ് കുട്ടി, ഞാൻ അറിയാതെ പറഞ്ഞു പോയി. നമ്പറൊക്കെ ഓർമ്മിച്ച് ഇനി അത് വെച്ചാക്ക പ്രസന്റ് എടുക്കുക. അപ്പൊ അഹമ്മദ് കുട്ടി 43. അത് കഴിഞ്ഞ് ബോർഡിംഗ് പാസ് കിട്ടി. അപ്പൊ ഞാൻ പറഞ്ഞു എല്ലാവരും സീറ്റ് നമ്പറൊക്കെ ഒന്ന് ഓർമ്മിച്ചു. അപ്പൊ അഹമ്മദ് കുട്ടി 2, അഹമ്മദ് കുട്ടി 2. അത് കഴിഞ്ഞ് മക്കത്തെത്തിയപ്പോൾ പറയും മൗലവി ഇനിയൊരു നമ്പർ ഓർമ്മിച്ചേക്കാൻ പറഞ്ഞു. എനിക്ക് ഒന്നും ഓർമ്മയിൽ നിൽക്കൂലല്ലോ. അപ്പൊ മക്കത്തെ റൂം ഓർമ്മിക്കണം, മദീനത്തെ റൂം വേറെ ഓർമ്മിക്കണം, ടെന്റ് ഓർമ്മിക്കണം, ടെന്റിന്റെ നമ്പർ ഓർമ്മിക്കണം, മുത്തവഫിന്റെ നമ്പർ. ഞാൻ പിന്നെ ഓരോടൊന്നും പറഞ്ഞിട്ടില്ല. ഓരോ ഇങ്ങനെ വിളിച്ചുങ്ങൾ കൂടി ഇതാണ്ട റൂം അറിയും. കാരണം അറിയോ,
അത്രയും അവർക്ക് അവരുടെ ഒരു സ്ഥലം മാറാൻ കഴിയില്ല. പിന്നെ ഇങ്ങനെ ഏട്ടനോടെ പോയ 2 ദിവസം കഴിഞ്ഞാൽ കോട്ടി കഴിക്കാൻ ഇങ്ങനെ വരും ഉമ്മ നിൽക്കണേ. നമ്മൾ 5ന്റെ പൊരയിലാണെങ്കിൽ ഉമ്മാര് വരട്ടെ ഊർക്ക് തിന്നാൻ കൊണ്ടിട്ട് തൊലഞ്ഞു പോയ ഏതെങ്കിലും ഒരു മക്കളൊക്കെ വരുന്നത് പാപ്പാനെയും മണി പോയിട്ട് തൊലഞ്ഞു പോയാൽ കണ്ടില്ല, നിങ്ങൾ നടക്കുന്നത് കാണൂല. ഇന്നലെ ഉസ്താദിന്റെ പ്രസംഗ ഭാവം അതിന്റെ സത്യം നോക്കാൻ ഞാൻ കിതാബ് നോക്കാൻ നേരിട്ടില്ല. നിങ്ങളെ വീട്ടിൽ പൂച്ചക്ക് തിന്നാൻ കൊടുത്തോ, നിങ്ങളെ വീട് പട്ടിണിയാവൂല എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. റസൂല് പഠിപ്പിച്ചോന്നറിയില്ല, പിന്നെ ഈ കഥയിൽ കിട്ടിയെന്നറിയില്ല. അപ്പോ അത്രത്തോളം ബർക്കത്തുള്ള വീടാകുന്നത് പ്രായം ചെന്നവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോഴാണ്, അവർക്ക് നമ്മൾ പരിഗണന കൊടുക്കുമ്പോഴാണ്. നമ്മളുടെ വീടിന്റെ അകത്തളത്തിൽ അവരെ അതീവ ശ്രദ്ധാലുവായി നമ്മൾ നോക്കണം. ഈ കാര്യം തന്നെ ഞാൻ പ്രധാനമായി ഇന്ന് പറയുന്നത്. അതെന്തുകൊണ്ടറിയോ? നിങ്ങൾ നോക്കാത്തതല്ല, നോക്കുന്നതിന്റെ പുണ്യം നിങ്ങൾക്ക് മനസ്സിലാകാനാണ്. പുണ്യം മനസ്സിലാകാനാണ്. പലപ്പോഴും നമ്മൾ പൊതു ചർച്ചയിൽ ഇടപെടുമ്പോൾ അവർ പറയും, നിങ്ങളെ സമൂഹത്തിലെ അങ്ങനെ മാതാപിതാക്കളെ ഒരു മോശമായിട്ട് കാണലില്ല, എപ്പോഴും ഇങ്ങനെ ആദരിക്കുന്നത് കാണാം. അതിന്റെ കാരണം ഒരു പറയുന്നതയോ, നിങ്ങൾ മദ്രസയിൽ പഠിപ്പിക്കുന്നത് തന്നെയാണ്. മദ്രസയിൽ പഠിപ്പിക്കുന്നത് എന്തോ മോശമായിട്ട് കാണില്ല, മദ്രസയിൽ പഠിപ്പിച്ചിട്ട് തന്നെയാണ് ഇങ്ങനെ ആവുന്നത്. അതുകൊണ്ട് മാതാപിതാക്കളുടെ തൃപ്തി, മാതാപിതാക്കളുടെ കോപം എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടം, അള്ളാഹുവിന്റെ ഇഷ്ടമാണ്. അത് മാതാപിതാക്കളുടെ ഇഷ്ടത്തിലൂടെ നമുക്ക് കിട്ടും. അല്ലേ? നമ്മളിപ്പോ ഈ ഒരു 6 IB-ന് നമ്മൾ തറവാട്ടിൽ ചെന്നാൽ ഒരു 6 IB വൈകിട്ട് നിർത്തി ചെന്നാൽ അമ്മ എന്താ നമ്മളോട് ചോദിക്കുക? എന്താ ചോദിക്കുക? 6:38 വാങ്ങേ എന്തായിരിക്കും ഉമ്മയെ വാപ്പ നമ്മളോട് ചോദിക്കുക? എന്തായിരിക്കും ചോദിക്കുക? എന്നൊന്ന് പറയും, എന്ത് നോമ്പ് തുറന്നു ചോദിക്കല്ലേ? നമ്മൾ നൂല് തുറക്കാക്കോ? 6:38 അമ്മ അതിൽ ചൂടല്ലേ? ഇപ്പോ നൂല് തുറക്കുന്ന ആ ചോദ്യത്തിനാ അതൊരു സന്തോഷമാണ്. അമ്മ തുറന്നു. നമ്മൾ തിരിച്ചു ഓരോട് ചോദിക്കണം, അമ്മ നമ്മൾ നോമ്പ് തുറന്നു ചോദിക്കുക. എന്ത് നമ്മളോട് ചോദിച്ചോ തിരിച്ചങ്ങോട്ടും ഓർമ്മല്ലെങ്കിലും ചോദിക്കുക. നമ്മളെ മക്കൾക്ക് അവിടെ മോനെ എനിക്ക് ചോദിച്ചോ? ഉമ്മ ചോദിച്ചോ? ആ ഞാൻ ചോദിച്ചു. ബാപ്പ ചോദിച്ചാ? ആ ബാപ്പേ നിങ്ങൾ ചോദിച്ചോ? നിങ്ങൾ ഉറങ്ങിയോ? നമ്മളോട് എന്തൊക്കെ ഇത്രയും കാലം ചോദിച്ചോ നമ്മുടെ മക്കളുടെ കൺമുമ്പിൽ വെച്ച് തിരിച്ച് ചോദിച്ചു കൊണ്ടേയിരിക്കുക. ആ ചോദ്യമേ അവർക്ക് വേണ്ടതുള്ളൂ, ആ അന്വേഷണമേ വേണ്ടതുള്ളൂ. ആ അന്വേഷണവും ബന്ധവും നമുക്കുണ്ടാകുമ്പോൾ അവരുടെ ബന്ധുക്കളെ കൂടി നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. കുടുംബ ബന്ധം മുറിക്കുന്നവൻ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. എളാപ്പ, മൂത്താപ്പ, അമ്മായി, ഉമ്മാന്റെ അഞ്ചത്തി, ഇളയമ്മ എല്ലാവരും നമ്മൾ നോമ്പ് കാലത്തൊക്കെ പലപ്പോഴും നമ്മളെ വീട്ടിലേക്ക് കയറി വരും. അല്ലേ? കയറി വരും. അപ്പോ ഇളയമ്മയ്ക്ക് കയറി വരുമ്പോ ഇളയമ്മ ഇങ്ങോട്ട് പോയി, എന്നിട്ട് ആ റൂമൊക്കെ കാണിച്ചു കൊടുത്ത് ആ റൂമിൽ പിരിപ്പൊക്കെ ശരിയാക്കി അവിടെ ആ ബാഗൊക്കെ അവിടെ വെച്ച് നമ്മളമ്മാന്റെ അടുത്ത് ഒന്ന് വർത്താനം പറയുമ്പോൾ എന്താ പറയാറിയോ? ഞാൻ ഒന്ന് പോകാൻ വന്നതേ, നിങ്ങളെ മകം റൂമൊക്കെ കാണിച്ചെന്ന്, ബാഗൊക്കെ അവിടെ വെച്ച് ബാത്റൂമൊക്കെ കാണിച്ചെന്നു, അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് നിൽക്കണേ. നിങ്ങളെ റൂം മാറ്റിയിട്ട് ആ ഇളയമാക്ക് ചെയ്തു. ആ റൂം അവിടെ സൗകര്യപ്പെടുത്തി കൊടുത്തപ്പോ ആ ഇളയമാക്ക് മനസ്സിലായി, ഞാൻ ഇവിടെ എന്റെ ഏട്ടത്തിന്റെ അടുത്ത് നിൽക്കണമെന്ന് ഏട്ടത്തിന്റെ മകനായ എന്റെ മകൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോ നമ്മളെ ഭാര്യ ചെന്നാണ്ട്, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? സോപ്പ് ഇവിടെ കേട്ടോ, ഒന്നും ഉണ്ടാക്കാൻ പടിയാട്ടോ, മുസാഫ് പടിയാവുക കേട്ടോ. അപ്പോ ഉറപ്പിക്കും. എന്താ ഉറപ്പിക്കറിയോ? 2 ദിവസം കൂടി ഇവിടെ നിൽക്കുകയാണ്. അങ്ങനെയൊക്കെയാണ് നമ്മളെ വീട്ടിൽ വിരുന്നുകാർ പറയുന്നത്. എന്നോ ഇനി നമ്മളെന്താ പറയുന്നത്? എത്ര പേരുടെ എങ്ങനെ നിൽക്കണേ? വിരുന്നുകാർ വന്നാൽ നമ്മളെ മോന്റെ ഒക്കെ തേനീച്ച മുഖ്യമായില്ല. പിന്നെ എവിടേക്ക് എങ്ങനെ ആരാ നിൽക്കുക? നമ്മളെ റൂം ഇങ്ങോട്ട് വിട്ടുകൊടുക്കാൻ നമ്മളെ മക്കളെ പഠിപ്പിക്കാൻ നമുക്ക് കഴിയില്ല. നമ്മൾ ഇങ്ങനത്തെ നമ്മളെ മക്കളെ അപ്പൊ എവിടെ വരുമ്പോൾ ഭയങ്കര കാര്യം നോക്കുന്ന ആളാണ്. നമ്മളോട് പുറത്തിറങ്ങാൻ പറയും. ഇപ്പൊ ഇവിടെ കുറെ ക്ലാസ്സിലുള്ള മക്കളൊക്കെ നിൽക്കണല്ലോ. ചില ക്ലാസ്സിൽ ഞാൻ പോയ ആൾക്കാർ പറയും, ഒരു മക്കളൊന്നും വന്നില്ല, അവരെ ചുറ്റി കാണാൻ പഴയക്കാരുടെ ചോദിച്ചു. ഞാൻ അപ്പോഴാണ് കൂടെ പഠിച്ചവരെ ഇനിയിപ്പോ ചെല്ലുമ്പോ ഇട്ടിട്ട് ചെല്ലേണ്ടി വരും. ഇങ്ങനത്തെ ക്ലാസ്സിനെ പോലെ കൂട്ടി വരുമ്പോ നമുക്ക് ചുറ്റിക തൽക്കാലം ചുറ്റിക്കൊണ്ട് ആണിയടിച്ചോളൂ, അല്ലെങ്കിൽ നമ്മളെ തനക്കടിച്ചു. അപ്പോ ആ മക്കള് നമ്മൾ പഠിപ്പിക്കണം. ഇളയമ്മയാണ്, ഇന്ന് ഇളയമാക്കാണ് ഈ റൂമ്, ഇന്ന് ഇളയമ്മയെ കൂടെ കിടക്കുക, ഇന്ന് ഓലാണ് ഇവിടെ. നമ്മളെ വീട്ടിലേക്ക് വാപ്പാന്റെയും
ഉമ്മന്റെയും ബന്ധുക്കൾ വരുമ്പോ അവരെ കയ്യിൽ നീട്ടി സ്വീകരിക്കാൻ നമ്മൾ കഴിയുമ്പോഴാണ് അവർക്ക് കഥ പറയാൻ കഴിയുള്ളൂ. നമ്മളമ്മ പറയാണ്, എടാ ഞാൻ ജാൻസത്തിനോടൊപ്പം നടത്തിത്തരോ, പ്രസവം ചോറൊക്കെ കൂടി വന്ന ആരാളുള്ള ഒരു പാത്ത് പുത്രത്തോടെയാണ്. എത്ര ആളാണ് അതിന്റെ പേരിൽ മനസ്സിന്റെ സംഘർഷങ്ങൾ. ഒരു പാത്ത് പുത്രത്തോടെ നിങ്ങളൊന്ന് പുത്രക്കി. കൊറോണ കാലത്ത് പുത്രന്നല്ലോ, കട്ടിൽ വളർന്നില്ലേ, എന്നിട്ട് എന്തേ നമ്മളെ കഥ. അതേപോലെ നമ്മളമ്മ ഒന്ന് പോവാൻ അമ്മ കയറി എവിടെ ഇറക്കി കൊടുക്കുക, കൊണ്ടേ ഇറക്കി കൊടുത്ത് നന്ദി ഇവിടെ നിന്നോളി. നിങ്ങൾക്ക് എന്നാ പോരുക? ഞാൻ നാളെ പോരും. നാളെ എപ്പോഴാ ഞാൻ വരണ്ടേ? ഞാൻ 11 മണിക്ക് അവിടെ പോരും. ആയിക്കോട്ടെ, 11 മണിക്ക് ഞാൻ വരാം, ഞമ്മളെ മകൻ വരാം. നമ്മളെ തൊഴിലാളി, നമ്മളെ ടാക്സി, നമ്മളെ വാപ്പാൻ്റെ ഇമ്മാൻ്റെ ടാക്സി ഡ്രൈവർമാരാണ് നമ്മള്. ഒരു വേണമെന്ന് പറയുമ്പോൾ ഇറക്കാനും കൊണ്ടുപോകാനും കൊണ്ടുവരാനും ചെയ്തത് കൊണ്ടാണ് നിങ്ങളുടെ വാഹനം അള്ളാഹുവിന്റെ സംരക്ഷണം കൂടി അതിനുണ്ടാവും. ഞാൻ പാലക്കാട് പോയപ്പോ നിങ്ങൾ അറിയുന്ന ഒരാളത് അംബാസഡർ കാറ് അതിൽ കയറ്റിയിട്ട് പറഞ്ഞു ഇങ്ങനെ ഉണ്ട്. ഞാൻ പറഞ്ഞു അംബാസഡർ കാറൊക്കെ ഞാൻ മുമ്പ് കണ്ടിട്ട് ഇപ്പൊ ഇത് നിലനിർത്തി കൊണ്ടുപോകണം. മുമ്പ് പറയണേ, ഇത് ഉമ്മ കുറെ ലീവ് പോയത് അമ്മ പറഞ്ഞിരിക്കുന്നത് കൊടുക്കരുത് കടാ, അതിനാണല്ലോ അയാൾ അത് കൊണ്ട് നടക്കേണ്ടപ്പോ. അപ്പൊ എന്താ മാതാപിതാക്കളുടെ ആ ഇഷ്ടം, മാതാപിതാക്കളുടെ പൊരുത്തം അത് നിങ്ങൾ വാങ്ങി. അതാണ് അത്ഭുതം. നിങ്ങളുടെ ഉമ്മയെല്ലാം ഇട്ട് കൂടി വന്നപ്പോൾ ഭർത്താവിനോട് ചോദിച്ചു, ഉമ്മാക്ക് എന്താ വേണ്ട, ഉപ്പാക്ക് എന്താ വേണ്ട, ഉപ്പന്റെ ചായ എങ്ങനെയാണ്, ഉമ്മന്റെ ചായ എങ്ങനെയാണ്, ഉമ്മാക്ക് പിളയ്ക്കാൻ മരുന്ന് ഒക്കെ കണ്ടറിഞ്ഞ് ചോദിച്ച് ആ ഉമ്മാക്കും ഉപ്പാക്കും ഒക്കെ വേണ്ടി ചെയ്ത് അങ്ങനെ നിൽക്കുമ്പോ നമ്മളെ തുണിക്കുമ്പായൊക്കെ നീല മുക്കിയിട്ട് ശ്രീലങ്കന്റെ ഭൂപ്പടൊക്കെ ആയിട്ട്. അപ്പൊ നമ്മൾ പറയും എത്തെക്കുറിച്ച് കാട്ടി, ഞാൻ ഉമ്മാനെ നോക്കണ്ടല്ലോ, ഇമ്മാനെ ഓലുമ്മാനി ബാപ്പാനി ഓല് നോക്കുമ്പോ നമ്മളൊക്കെ കുറച്ചൊക്കെ വിട്ടുവീഴ്ച ചെയ്തു. അത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ സൂക്ഷിക്കണം. സാരല്ല, നമുക്ക് കുറെ അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ അപ്പൊ ഈ കുടുംബ ബന്ധത്തിൽ അടിസ്ഥാനം തൗഹീദാണ്. അത് നമ്മൾ നോക്കിങ്ങൾ ഇപ്പോ വഴി നടന്നു. അപ്പോഴാണ് ഇപ്പൊ ചിലപ്പോ ഇപ്പത്തെ ആധുനിക കാലത്ത് നമ്മൾ കല്യാണങ്ങളൊക്കെ അങ്ങനെ നടക്കും. ചിലപ്പോ ആദർശമൊന്നും ചിലപ്പോ നോക്കിയിട്ടുണ്ടാവില്ല. അപ്പൊ ഈ ഇപ്പോ ഇന്നലെ ഞാൻ ഒരാളെനിക്ക് പിന്നെ നമ്മളെ റഹ്മത്തുള്ള ഖാസിമി ഇത്തരത്തിന്റെ ഒരു പ്രസംഗം അയച്ചത്. അപ്പൊ അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, നമ്മളിപ്പോ പണ്ഡിതന്മാരാണ് കളിയാക്കുന്നതാണ്. അത് പറയുന്നുണ്ട്, ഞാൻ ഖുർആൻ ക്ലാസ് തുടങ്ങിയത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കാരണം കൊണ്ടാണ്, മദ്രസ ഇവിടെ തുടങ്ങിയ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കാരണം കൊണ്ടാണ്, സംഘടന ഇവിടെ തുടങ്ങിയ മുജാഹിദ്. മുമ്പ് എന്തിനാ പറയുന്നത് നമ്മൾ നോക്കണ്ട, പക്ഷെ അതൊരു സത്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മുജാഹിദ് പ്രസ്ഥാനമാണ് മുസ്ലിം സമൂഹത്തിൽ ഇന്ന് ഈ ഒരു സ്ഥിതിയിലേക്ക് വിദ്യാഭ്യാസപരമായും ധാർമ്മികമായും മതപരമായും എത്തിച്ചത്. ആ ഒരു പ്രസ്ഥാനത്തിന്റെ വക്താവാണ് നമ്മുടെ ഭാര്യ, നമ്മളുടെ ഭർത്താവ്. ഇതുകൊണ്ട് നമുക്ക് ഒരു നഷ്ടവും AP പറഞ്ഞ മാതിരി ഭാവി പറയാൻ 5 ഉറുപ്പിയും കൂടി ഞങ്ങൾക്ക് കൂടി കൊടുക്കേണ്ടതില്ല. ഉണ്ടോ? എവിടെയെങ്കിലും ഒരു നേർച്ചക്ക് വേണ്ടാത്ത പൈസ കൊടുക്കേണ്ടതില്ല. നമുക്ക് സക്കാത്തും സ്വതന്ത്രയുമാണ്. ഈ വർഷത്തെ ചർച്ച എന്താ? സക്കാത്ത് സംഘടന കൊടുക്കാൻ പറ്റുമോ, കൊടുക്കാൻ പറ്റൂലേ, അത് കൊടുക്കരുത്, അത് ഉണ്ടാക്കരുത് എന്നൊക്കെ പറയുന്ന പണ്ഡിതൻ എന്ത് ചെയ്യാണ്? ഇനി ദൂരെ ദിക്കിൽ നിന്ന് സക്കാത്ത് കൊടുക്കാൻ ഭൂരിയുള്ളവർ കൊടുക്കുകയാണെങ്കിൽ മർക്കസിനോടനുസരിച്ചിട്ട് ഓഫീസിന്റെ അവിടെ കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വന്നു, അത് സംഘടിത സക്കാത്തായിട്ട് ആൾക്കാർ പറയോ, അത് അങ്ങനെയല്ല കേട്ടോ, നിങ്ങൾക്ക് കൊടുക്കണ്ടോ. അത് തന്നെയാണ് ഇപ്പോ ഇവിടുത്തെ നമ്മളെ പ്രസിഡന്റ് പറയും, ഇവിടെ സക്കാത്ത് ചെല്ലുണ്ട്, അത് അതിൽ നിങ്ങൾ കൊടുത്താൽ മതി എന്ന് പറയും. അപ്പോ നമ്മളുടെ സ്വതക്കയും സക്കാത്തുമാണ് നമുക്ക് കൊടുക്കാറുള്ളൂ. അത് നമ്മൾ ഈ മാസത്തിൽ എന്ത് ചെയ്യാണ്? നമ്മളെ കൊണ്ട് നമ്മൾ വന്നപ്പോ നമ്മുടെ കൂട്ടുകാർ പറഞ്ഞു, നമ്മളുടെ വൈഷത്തിന്റെ കാര്യം പോലും മറന്നു. എന്താ? അപ്പൊ ഇല്ല, അപ്പൊ മറന്നിട്ടില്ല. അപ്പൊ നമ്മളുടെ ഈ വർഷത്തെ ദാവാ പ്രവർത്തനത്തിനും ജീവകാരുണ്യ പ്രവർത്തനമായി ഒരുപാട് സ്ഥലത്ത് ഈലാഫ് എന്ന് പറഞ്ഞ് നോമ്പ് തുറക്കാൻ വഴിയാത്രയിൽ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് ബസ്സിലേക്ക് പിന്നെ ഒരു എന്തായിരുന്നാലും ഒരാൾക്ക് ഒരു 60 രൂപയുടെ എങ്കിലും ഭക്ഷണം എത്തുന്നുണ്ട്. 60 രൂപയുടെ പഴവും അതേപോലെ തന്നെ വത്തക്കണ്ട കഷ്ണം, ഒരു വെള്ളമൊക്കെ ആയിട്ട്, ഒരു നാരങ്ങന്റെ കുപ്പിയൊക്കെ ആയിട്ട് എത്തുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള എല്ലാ പ്രവർത്തനത്തിനുമാണ് വൈഷട്ട് ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് വൈഷട്ട് വാങ്ങാനുള്ള നയിക്കുന്ന ഒരു ശീല അവർക്ക് തരും. അപ്പൊ അവർക്ക് അത് എങ്ങനെ കിട്ടിയാൽ ഒന്നായിട്ട് എടുക്കുന്നത് കൊണ്ട് അതിലൊരു ലാഭം ഉണ്ടാകും. ആ ലാഭം നമ്മളുടെ ഇസ്ലാമികമായ പ്രവർത്തനത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയാണ്
അവര് നമ്മളുടെ ISMന്റെ ഭാരമായി ഉദ്ദേശിച്ചത്. അപ്പൊ അത് ഇങ്ങനെ നടക്കുന്നുണ്ടാവും. ഇവിടെയും അതിന്റെ പ്രവർത്തകന്മാരും ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാണും. അപ്പൊ സ്വതക്കയുടെ, സക്കാത്തിന്റെ, ആദർശത്തിന്റെ, ഖുർആൻ ക്ലാസിന്റെ, ഇവിടെ ഒരു ഖുർആൻ ക്ലാസ് നടക്കുമ്പോ നമ്മളുടെ ഭാര്യ ആ ഖുർആൻ ക്ലാസ്സിലെ പഠിതാവാണെന്ന് നിങ്ങൾ പറയുമ്പോ ഇന്റെ പേരിൽ അങ്ങനെ വന്നിട്ടില്ലല്ലോ. അതെന്താ നിങ്ങളെ പേരിൽ അങ്ങനെ വരേണ്ടി? ഓക്ക് അങ്ങനെ ഏറ്റവും ഭാര്യയെന്ന് അറിയില്ല. ഓക്കെന്താ കഴിച്ച് കുഴഞ്ഞോളാം? അല്ല, അങ്ങനെ കഴിച്ച് കുഴഞ്ഞൊന്നുമല്ല. അതിങ്ങനെ ഒരുപാടാവുമ്പോഴേ നേരം കിട്ടൂല. അപ്പൊ പെരക്ക് മതിലുണ്ട്, പിന്നെ മിറ്റത്ത് പുല്ലുണ്ടാവും, കുറച്ച് പുല്ലൊക്കെ ഉണ്ട്. പിന്നെ കാർഡ് വെള്ളയോ മഞ്ഞയോ കാർഡ് വെള്ളയാണ്. ആ കാർഡ് വെള്ളയൊക്കെ ആവുമ്പോ ഖുർആൻ ക്ലാസ്സിന് വരാം. നിങ്ങളെല്ലാം പറയുന്നത് കുറച്ചൊരു മുതല് ഭർത്താവിന് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഖുർആൻ ക്ലാസ്സിന് ഇറങ്ങാനും മടിയാണ്. മുടി അഴിയാനിറങ്ങും, മുടി അടിച്ചവരാനിറങ്ങും, മുട്ടായി കൊടുക്കുന്നുണ്ടല്ലോ, ഷുഗറായി കറങ്ങാനും പോകും, മുട്ടായി കൊടുക്കണം കാണാൻ, എന്നിട്ട് അതിന്റെ റീൽ എടുക്കാനൊക്കെ പോകും. അങ്ങനെയല്ല, നമ്മള് സംസ്കരിക്കപ്പെടുന്നത് നമ്മളുടെ ഏറ്റവും വലിയ കൗൺസിലിംഗ് എവിടെയാണ് അറിയുന്നത്? ഒരു സഹോദരൻ നമ്മളോട് പറയണ്ടേ, എന്റെ പെണ്ണുങ്ങളെ 9 വട്ടം ഞാൻ കൗൺസിലിംഗ് കൊണ്ടേ ഒലുവി ചൊവ്വാറില്ല. അപ്പൊ എവിടെയൊക്കെ കൊണ്ടുപോയി? ഒറ്റപ്പാലത്ത് കൊണ്ടുപോയി, ചെറുപ്പുളശ്ശേരി കൊണ്ടുപോയി, മഞ്ചേരി കൊണ്ടുപോയി, കോഴിക്കോട് കൊണ്ടുപോയി, ഫറൂഖ് കൊണ്ടുപോയി. ഞാൻ പറഞ്ഞ ജുമാത്തുള്ളി വെള്ളിയാഴ്ച കൊണ്ടുപോയി ഞാൻ കൊണ്ടുപോകുക. അതാണ് ഒരു മുസ്ലിം കുടുംബത്തിന്റെ കൗൺസിലിംഗ് ആണ്. കാരണം ഓരോ ആഴ്ച, ഈ കഴിഞ്ഞ 2-3 ആഴ്ചകളിലൊക്കെ നടന്ന ഖുതുബകൾ റെക്കോർഡ് ചെയ്തു കൊണ്ടുപോയ പഞ്ചായത്ത് മെമ്പർമാരുണ്ട്. മുജാഹിദ് പള്ളിയിലെ ഈ ലഹരിയുടെയും അതുപോലെ തന്നെ തിന്മകളുടെയും കുട്ടികളുടെ അഴിഞ്ഞാട്ടത്തെ കുറിച്ചുമുള്ള ആയത്തും ഹദീസും വെച്ച ഉത്ബോധനത്തിന്റെ റെക്കോർഡ് ചെയ്തു കൊണ്ടുപോയ ജനപ്രതിനിധികളുണ്ട്. എന്തിനറിയോ? ഓരോ പഞ്ചായത്തിൽ പ്രസംഗിക്കാനും ഉത്ബോധനം നടത്താനും. അത്രത്തോളം അപ്ഡേറ്റഡ് ആണ് പള്ളിയിലെ ഖുതുബ. അപ്പൊ നിങ്ങൾ ഈ ക്ലാസ്സിൽ വരുന്ന കുടുംബത്തിന്റെ സെറ്റപ്പ് എന്താ വെച്ചാൽ എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങൾ ജുമഅക്ക് പോയിട്ടുള്ളതാണ്. അത് വെള്ളിയാഴ്ച രാവിലെ ജുമഅന്റെ ആ ഒരുക്കങ്ങളൊക്കെ നടത്തി റെഡിയായി ഒരുങ്ങി വസ്ത്രമൊക്കെ ധരിച്ച് റമദാനൊക്കെ ആകുമ്പോൾ 11:45 പള്ളിയിൽ വന്ന് അവിടെ ഓതിരുന്ന് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറയുമ്പോൾ പവിത്രമായ ജുമഅയിലേക്ക് നിങ്ങൾ സഹോദരികൾ പ്രവേശിക്കണം, ഭർത്താവ് ഒന്ന് പ്രവേശിക്കണം, കുട്ടി ബാക്ക് പ്രവേശിക്കണം. അഥവാ ഒരു പാവപ്പെട്ടവന്റെ ഹജ്ജാണെന്ന് പറയപ്പെടുന്ന ആ പരിശുദ്ധമായ വെള്ളിയാഴ്ചയുടെ ജുമഅയിലേക്ക് നമുക്ക് ഒന്നടങ്കം ഒത്തുചേർന്ന് പങ്കെടുത്ത് ആ ഖുതുബ കേട്ട് ഖുതുബ കഴിഞ്ഞ് 2 റക്അത്ത് നിസ്കരിച്ച് നിങ്ങൾ പോകുമ്പോ നിങ്ങൾ ഒരു വലിയ ആഴ്ചയുടെ അവസാനത്തിലും ഒരു വലിയ ആഴ്ചയുടെ തുടക്കത്തിലുമാണ് ആ ആഴ്ചയുടെ ഖുതുബ. അപ്പൊ അതിനെന്ത് ചെയ്യരുത്? അതിന് തടസ്സമായി നിൽക്കരുത്. ചില ഭർത്താക്കന്മാർ എന്താ പറയാറിയോ? അങ്ങനെ പള്ളിക്കൊന്നും പോരട്ടെ, സംഗതി നമ്മളെ മാഫും ജാഹിലായാൽ മതി, ഞാൻ പോലും തറാവിയിൽ നിങ്ങൾ പറ്റില്ല. അപ്പൊ ഞാൻ അങ്ങനെ പോയിക്കോളാം. അപ്പൊ എന്താ അറിയോ, നമ്മുടെ ഉദ്ദേശം മരിച്ചാൽ മറിച്ചാണ്. പരലോകത്ത് അതൊന്നും മുമ്പ് ആലോചിച്ചിട്ടില്ല. മരിച്ചാൽ നമുക്ക് മറിച്ചാൽ നമ്മുടെ പെൺകുട്ടിന്റെ നിക്കാതെ വേണം. പോരാ, എല്ലാവരും വരണം, എല്ലാ ക്ലാസ്സിലും വരണം. എന്നിട്ട് കേട്ടിട്ട് ഏറിപ്പോയിട്ട് ഖുർആൻ ക്ലാസ് കേട്ടിട്ട് തല പൊളിഞ്ഞു പോയിക്കോട്ടെ, ആ തല മാറ്റണം. കേൾക്കട്ടെ, കേട്ട് നമ്മൾ നന്നാവുകയല്ലാതെ നമ്മൾ ഒരിക്കലും കേടുവരില്ല. അത് കേട്ട് അങ്ങനെയുള്ള ക്ലാസുകളും ദീനീ സദസ്സുകളും കുടുംബപരമായി നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ. ളറബല്ലാഹു മസലൻ ലല്ലദീന കഫറു ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്ത് കാനതാ തഹത അബദൈനി മിൻ ഇബാദിനാ സാലിഹീൻ ഫലം യുഗ്നിയാ അൻഹുമാ മിനല്ലാഹി ശൈഅ വഖീല ദഖുലൻ നാറ മഅ ദാഖിലീൻ. ഈമാനുള്ള 2 പ്രവാചകന്മാരുടെ ഭാര്യമാർ അവരുടെ ദീനിയായ ആദർശത്തെ ഉൾക്കൊള്ളാതെ ജീവിച്ചത് കൊണ്ട് അവർക്ക് പറ്റിയ അവർക്ക് പറ്റിയ ദുനിയാവിലെ ശിക്ഷയും പാരത്രികമായ നരകത്തിലെ അവരുടെ ശിക്ഷയെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞതാണ്. ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. അപ്പോ ഭർത്താവ് ആദർശനിശ്ചിതമായ ഒരു മനുഷ്യനാവുമ്പോ, ഇപ്പോ കഴിഞ്ഞ ദിവസം ഒരു സൈനുദ്ദീൻ എന്ന് പറയുന്ന ഒരു സഹോദരനുണ്ട്. അദ്ദേഹത്തിന്റെ 2020 അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ അദ്ദേഹം കാണിച്ചു, 20. അത് കഴിഞ്ഞിട്ട് ഇപ്പോ അദ്ദേഹത്തിന്റെ 25 അദ്ദേഹത്തിന്റെ ഫോട്ടോ കണ്ടുപോ മറ്റൊരു സുന്ദര കുട്ടപ്പനാണ്. ഇതില് മൂപ്പര് നോക്കുമ്പോ മറ്റേ ഒരു ഏകദേശം ഒരു വയസ്സനായിരിക്കും. ആ മൂപ്പര് പറയാ, ഈ ഓട്ടം ഈ തൗഹീദി പ്രബോധന രംഗത്ത് അവിടെ മണ്ഡലം അവിടെ മീറ്റിംഗ്
അവിടെ പോകല്, രാത്രി ഉറക്കൊഴിച്ച് വരല്, അവിടെ പ്രസംഗം, പരിപാടികൾ, മറ്റുള്ള സംഘടിപ്പിക്കല്, ഇതൊക്കെ ആവുമ്പോ ഈ ഭാര്യ കൂടെ നിൽക്കുന്നോണ്ടാണ് നടക്കുന്നത്. മറ്റേ ചില ഭാര്യമാര് പണിയില്ലേ. കാരണം എന്താ, ഒരിക്കൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഉമ്ര ഭാഗ്യം ലഭിച്ചപ്പോ അവിടെ എത്തി. പിന്നെ ഒരാൾ മാത്രം തലമുടി ബാൻഡിയിട്ടില്ല, ബാക്കിയുള്ളവരൊക്കെ മുടി കളഞ്ഞു. ഒരാൾ മാത്രം ഇങ്ങനെ ഇടക്കിടക്ക് കണ്ണാടിയിലെ നോക്കി മമ്മൂട്ടിന്റെ ഒക്കെ മാതിരി ഇങ്ങനെ നടക്കുക. ഞാൻ ശ്രദ്ധിക്കുന്നത് ഉമ്രയില്ലേ, ഉമ്രയൊക്കെ ചെയ്തു. അതെ, അതിനാണ് നാട്ടിലൊരു ഉദ്യോഗസ്ഥനാണ്. അതിനെന്താ നാട്ടിൽ ഉദ്യോഗസ്ഥനായ മുടി കളയാൻ പറ്റുമോ? അല്ല, അതല്ല, അത് പിന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്റെ ഭാര്യക്കൊന്ന് പറഞ്ഞ് മനസ്സിലായി കൊടുക്കാം എന്ത് മുടി കളയുന്നതിന്റെ പവിത്രതയൊക്കെ. ഞാൻ ചെന്നാ ഭാര്യ പറഞ്ഞങ്ങൾ മൊട്ടാക്കി ഞങ്ങൾ മുടിക്ക് വരണ്ട, അത് പിന്നെ മൊട്ടയ്ക്കാരം, അതുകൊണ്ട് ആ സൗന്ദര്യം കളയണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ സ്വാഭാവികമാണല്ലോ, നമ്മളെ ഏകതല്ലേ പറഞ്ഞേക്കണേ കേന്ദ്രം. അപ്പൊ ക്ലാസ് എടുത്ത് കൊടുത്തു. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദുആ, മുടി കളഞ്ഞവർക്കുള്ള 3 ദുആ, അതിന്റെ പ്രാധാന്യം. അല്ലാത്തവർക്ക് വേണ്ടി ഒരു ദ്വാരാണ് ദ്വാരമെന്നൊക്കെ പറഞ്ഞ് ആ പവിത്രതയൊക്കെ പാടെ പറഞ്ഞു കൊടുത്തപ്പോ ഇദ്ദേഹം ഇഹ്റാം കെട്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ചെറുതെ ഇഹ്റാം കെട്ടി, ഞാൻ ഇനി മുടി കളിയുടെ ഉംറ ചെയ്യാൻ ഭാര്യ ഒപ്പം പോയാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒറ്റ ക്ലാസ്. അതായത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മളെക്കാൾ ഉപരി വില സ്വീകരിക്കും. പക്ഷെ നമ്മളെന്താവുന്നില്ല, നമ്മളിങ്ങനെ സ്റ്റൈലും വിചാരിച്ച് നടന്നാല് നടക്കൂല. അപ്പോ നമ്മൾ താടി വെച്ചു, നമ്മൾ ദീനിയായ കാര്യങ്ങൾ ചെയ്തു, നിസ്കരിച്ചപ്പോ നിസ്കാരം തയമ്പോ വന്നു. ഒക്കെ നമ്മളെ ഭാര്യക്ക് വളരെ സന്തോഷം. നമ്മളെ ഭാര്യ നല്ല മുഖമക്കന ധരിച്ച്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സഹോദരന്റെ സ്കൂളിൽ NSSന്റെ മാറ്റുണ്ട്. മൂപ്പരെപ്പോഴും നമ്മൾ സൗഹൃദ ബന്ധം പുലർത്തുന്നതാണ്. അപ്പൊ മൂപ്പര് പറയാണ്, ഇങ്ങനെ ഒരു പിക്ചർ കാണിച്ചിട്ട് ഒരു ഹിന്ദു ടീച്ചർ, ആ ടീച്ചർ ഒരു പൂജ ചെയ്യുന്നല്ലോ, എന്ത് ഇങ്ങനെ പിന്നെ ഒരു മുസ്ലിം തട്ടപ്പെട്ട സ്ത്രീ ആക്കണങ്ങള്. അപ്പൊ കുട്ടികളൊക്കെ പാടെ ഒരു തട്ടപ്പെട്ട് റെഡിയാക്കി നല്ല. അപ്പോ പിന്നെ സ്കൂളിലെ കുട്ടികളും അധ്യാപകരൊക്കെ പറയാം, ഇസ്ലാമിക വസ്ത്രത്തിന് ഒരു മഹത്തരമായ സൗന്ദര്യല്ലേ, അതുവരെ ഇല്ലാത്ത സൗന്ദര്യമാണ് തിരിച്ചു കിട്ടിയത്. സഹോദരി, നിങ്ങൾ ധരിക്കുന്ന മാന്യമായ വസ്ത്രം, ആ മാന്യമായ വസ്ത്രം നിങ്ങൾ ടെക്സ്റ്റൈൽസിൽ പോയി വാങ്ങിയതാണ്. ടെക്സ്റ്റൈൽസിൽ പെരുന്നാളിനും മറ്റിനൊക്കെ പോകുമ്പോ ഇസ്ലാമിയത്തിൽ ഓരോ നേരത്തും നിങ്ങൾ ശ്രദ്ധിച്ചു. അപ്പോഴൊക്കെ നിങ്ങളെ കാണുമ്പോ മറ്റവൻ അത് വലിച്ചിടും, ഇത് വലിച്ചിടും, നിങ്ങളെ കുട്ടിക്ക് ജീൻസ് വലിച്ചിടും, മറ്റേ വലിച്ചിടും. നിങ്ങൾ പറയും, ഞങ്ങൾക്ക് അതൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഇസ്ലാമികമായി കയ്യിലുള്ള ഞങ്ങളുടെ ശരീരം മറക്കണേ, ഞങ്ങൾക്ക് നാളെ സ്വർഗം കിട്ടാൻ പറ്റണേ. അപ്പൊ ഓന്തിന്നല്ലോ വേറെ സെക്ഷന്റെ കൊണ്ടുപോകും ഞങ്ങളെ. അങ്ങനെ കൊണ്ടേതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ മാന്യമായ ഡ്രസ്സിനകത്ത് ലഭിക്കാനായത്. അപ്പോ അതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നെന്ന് വെച്ചാല് ഈ ഒത്തൊരുമയാണ്. തൗഹീദുള്ള ഭർത്താവ്, തൗഹീദുള്ള ഭാര്യ. ആ തൗഹീദുള്ള ഭാര്യയും തൗഹീദുള്ള ഭർത്താവും ആവുമ്പോ ആ വീട്ടിൽ ചിലപ്പോ പഴയ എന്ന് സ്വന്തം ധരിക്കുകയും എന്നാൽ വിധത്തിലും ശിർക്കിലുള്ള വാപ്പിണ്ടാവും. ആ വാപ്പാനമ്മാനെ വരെ ഇതൊക്കെ മാറ്റിയെടുക്കാൻ കഴിയും. അങ്ങനെ മാറ്റിയെടുക്കപ്പെട്ട സമയം അല്ല, കൃത്യം പറയും. അടുത്ത ക്ലാസ്സിലും ഇവിടെ നടക്കണം. അപ്പോ പിന്നെ ഇസ്ലാമികമായി ആ ബാധ്യതകളിൽ നിങ്ങൾ പരസ്പരം നിർവഹിക്കുന്നു. രണ്ടു കൂട്ടരുമാണ് ആലോചിക്കണം. മക്കളെ എങ്ങനെ നന്നാക്കണം, മക്കളെ എങ്ങനെ പഠിപ്പിക്കണം. ഒരു പിന്നെ ടൈലർ എടുത്ത് ചെന്നിട്ട് പിന്നെ ഉമ്മി ബാപ്പി തർക്കായി. അപ്പൊ ടൈലർ എടുത്ത് ചെന്നിട്ട് ഉമ്മ പറഞ്ഞോരോ പാന്റ് അടിച്ചത്, ബാപ്പ പറഞ്ഞു ഓരോ മെക്സവനൊക്കെ പോകാൻ നല്ല ടൗസർ അറിയാണ്ട് ടൗസർ. അപ്പൊ ഉമ്മ പാന്റ് ടൗസർ. അപ്പൊ ടൈലർ അറിഞ്ഞല്ലോ, നിങ്ങൾ രണ്ടാളും പോയിക്കോളൂ, ഓന്റെ കാര്യമാണ് തീരുമാനിച്ചോളാം. അടിച്ചു നോക്കുമ്പോൾ ഒരു 4 ടൗസർ, ഒരു 4 പാന്റ്. ഇങ്ങനായി പോകരുത്. നമ്മൾ ഒരാദർശമായിരിക്കണം, ഒരൊത്തൊരുമ വേണം. അതിപ്പോ അങ്ങനെയൊക്കെ ആയിക്കോട്ടെ, അതിനിപ്പോ എന്താ നിങ്ങൾക്ക് ചേരം എന്ന് ഒരാളോട് ചോദിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു പള്ളിയിൽ നമ്മൾ 2 കൂട്ടരും എത്തണം. എല്ലാ വെള്ളിയാഴ്ച എത്തണം, ക്ലാസ്സിനെത്തണം. മാത്രമല്ല, നിങ്ങളൊക്കെ ഭാര്യമാര് ക്ലാസ്സിനൊക്കെ പോയിരിക്കുമ്പോഴേ ആ ക്ലാസ് എടുക്കാൻ വരുന്ന മൗലയൊക്കെ വിചാരിച്ച ഇവരൊക്കെ അൽഹംദുലില്ലാ മഹലിൽ എല്ലാവരും വരുന്നുണ്ടല്ലോ, ഓതുന്നുണ്ട്, ആ ഓദിച്ചിരുന്ന് അതിന്റെ അർത്ഥം പഠിച്ചിന്, അതിന്റെ വാക്കർത്ഥം പഠിക്കണേ. പള്ളിയിൽ വന്നിട്ട് നമ്മൾ നിസ്കരിക്കാൻ നിൽക്കണേ. നിസ്കരിച്ചാണ്ട് ഇങ്ങനെ പറകക്ക് BPL കാർഡുകാർ ഇങ്ങനെ നോക്കുമ്പോ APL കാർഡുകാരൊക്കെ ബാക്കിൽ ഇങ്ങനെ സ്വപ്നം ഇങ്ങനെ. അപ്പൊ ഓരോന്ന് വിചാരിച്ചോ, അപ്പൊ ഇത് പരലോകത്തേക്കുള്ളതന്നെ. കാരണം മുതലുള്ളവരും വന്നിട്ട് മുതലില്ലാത്തവരും വന്നിട്ട്, അതാണ് മുതലുള്ളവരുടെ ക്രെഡിറ്റ്. അത് മനസ്സിലാക്കണം. അല്ല മുതലിന്റെ വല്ല റസീറ്റൊക്കെ പൂരിപ്പിച്ച് നല്ല വിടലല്ല. നിങ്ങൾ ഉണ്ടാവുമ്പോ നിങ്ങൾക്കൊരു വിലണ്ട് നാട്ടില്.
നിങ്ങൾക്കൊരു ബലമുണ്ട്. ചില നാട്ടിലൊക്കെ പ്രസംഗത്തിന് പോകുമ്പോഴേ പ്രസംഗത്തിന് അടി ഉണ്ടാവും എന്ന് തോന്നുന്ന ചില രംഗത്ത് അവിടെ ഞാൻ ചോദിക്കും, രാഷ്ട്രീയ നേതാക്കള് മുജാഹിദ് പ്രസ്ഥാനത്തിലെ രാഷ്ട്രീയ നേതാക്കൾ ആരാന്ന് ചോദിക്കും. അപ്പൊ ഓരോ പായക്കുള്ള തുണിവെള്ളം പാട്ടക്കാരികളൊക്കെ ഉണ്ടാവും. ഓനെ വിളിച്ചു ഓലാണ് ആ വേദിനെ വിളിപ്പിച്ചു. അപ്പൊ ആ വേദിയിൽ ഇരിക്കുമ്പോ ചിലപ്പോ സദസ്സിൽ ഒരു പൂക്കണ്ടോനോ ആൾക്കണ്ടോനൊക്കെ ചിലപ്പോ പരിചയം ഉണ്ടാവും. അപ്പൊ ആ സ്വാധീനം ഉപയോഗിച്ചാൽ ഒരുവിധ പ്രശ്നങ്ങളൊക്കെ പലപ്പോഴും ഒഴിവായി കിട്ടാറുണ്ട്. ഇതുപോലെയാണ് നിങ്ങൾ നിങ്ങളുടെ മഹലിന്റെ നെടുന്തൂണാണ്. ആ നെടുന്തൂണായി നിൽക്കുന്നിടത്ത് നിങ്ങൾ കുടുംബസമേതം എത്തുന്നു. ആ കുടുംബത്തിൽ നിങ്ങളുടെ മക്കൾ ഉണ്ടാകുന്നു. ബാപ്പയും ഉമ്മയും സ്വർഗം വാങ്ങുമ്പോൾ മക്കൾ നരകത്തിലേക്കുള്ള റസീറ്റ് പൂരിപ്പിച്ചാൽ നമുക്ക് നമ്മളുടെ എല്ലാം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഭൗതികപരമായ കാര്യത്തിൽ ദീനിനുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മൾ കണ്ടെത്തണം. ദീനി പഠനം സജീവമാക്കണം. പരസ്പര വിശ്വാസം ഉണ്ടാകണം. എല്ലാവരും തമ്മിൽ നല്ല വിശ്വാസം ഉണ്ടാകണം. നമ്മളെ പേരിലുണ്ട് എല്ലാവരും നമ്മളാരും നമ്മൾ തീരുമാനമെടുക്കാം. എല്ലാവരും എന്താ പറയാ സത്യസന്ധരാണ്. ഒരു കളവ് നമ്മൾ പറയാതെ. നമ്മളെ ഇമ്മപ്പാനോടും ഉമ്മാനോടും ഇപ്പൊ നമ്മൾ കളവ് പറയില്ലല്ലോ. നമ്മളപ്പാനോടും നമ്മളമ്മാനോടും നമ്മളെപ്പോഴാ കളവ് പറയാം? ചെറിയ കുട്ടികളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, വലിയോടെ കാര്യം. നമ്മളപ്പാനോടും ഉമ്മാനോടും നമ്മൾ കളവ് പറയാന്ന് പറഞ്ഞാൽ നമ്മളപ്പാനി ഉമ്മാനെ നമ്മൾ പറ്റിച്ചാന്നല്ലേ ഇതിന്റെ അർത്ഥം. എന്ത് കാര്യത്തിനായാലും നമ്മളെ ഭാര്യനോട് നമുക്ക് കളവ് പറയാൻ പാടില്ല. ഇല്ല, നമ്മളെപ്പോഴാ കളവ് പറയേണ്ടി വരുന്നത്? നമ്മളെ ഈമാൻ പോകുമ്പോഴാണ്. നമ്മളെ ഈമാൻ പോയിട്ട് നമ്മളിപ്പോ കുറെ നുണ പറഞ്ഞിട്ടോ അവസാനത്ത് കൂടിയില്ലേ ഭാര്യ ചോദിക്കാൻ എങ്ങോട്ടാ പോണത്? ഇന്നേടത്തേക്കാണ് പോണത്. അവിടുന്ന് ഇന്നേടത്ത് പോകും. നമ്മളുടെ കൃത്യമായ റൂട്ട് നമ്മളെ ഭാര്യക്ക് അറിയിക്കണം. നമ്മളെ വെളിയിൽ വന്നു, നമ്മളെ ഫോൺ എന്ത് ചെയ്തു? അവിടെ വെച്ചു. ഫോണ് വെച്ചിട്ട് നമ്മളെ ഇപ്പോൾ ഒരു കോള് വന്നപ്പോ കട്ടാക്കിയിട്ട് നമ്മളൊരു കുളിച്ചാടിന്റെ കളിയൊക്കെ മതി. അതോടുകൂടി ആ പേരക്കാലം സഹോദര നീറ്റാകണം. നീറ്റ് ആൻഡ് ക്ലീൻ. നമ്മളെ ഭാര്യ പറയാ നമ്മളെ ഫോൺ ഇവിടെ വെച്ചു പോകുമെന്ന് ഇവിടെ ആയിക്കോട്ടെ എന്തേ ഒന്നുമില്ല. അപ്പൊ നമ്മള് അതിന് തല്ലൂടാൻ നിൽക്കണ്ട. എന്റെ ഫോൺ എടുക്കുന്നായിക്കോട്ടെ നമ്മളെ വെച്ചു പോകും. അപ്പൊ അതിന്റെ ലോക്കോ തുറഞ്ഞ ലോക്ക് ആയിക്കോട്ടെ ആൽബത്തെ അവിടെ ലോക്കോടെ തുറന്ന് ഫോണ് പിറ്റേന്താ പറയുന്നത് നിങ്ങളെ ഫോൺ നിങ്ങളെന്നെ കൊണ്ടേക്കും. ഞാൻ വെറുതെ അല്ല, നമ്മളെ ചെറിയ സംശയം തോന്നി. അതിക്കാരോ വിളിച്ചുണ്ടോ കുറെ നേരം വർത്താനം പറയും. സ്വാഭാവികമല്ലേ? അത് കരുതിയാണ് നമ്മൾ ഇതിന്റെ ആസാമ്യായ പിന്നെ കാര്യമില്ലട്ടോ. സംശയം എന്നത് ഒരു രോഗമാണ്, ഉള്ളതല്ല. സംശയം ഒരു രോഗമാണ്. അത് സൈക്കോളജിക്കൽ ഒരു ട്രീറ്റ്മെന്റ് ആവശ്യമുള്ളതാണ്. ഭർത്താവ് ഭാര്യനെ സംശയിക്കുക, ഭാര്യ ഭർത്താവിനെ സംശയിക്കുക. അങ്ങനെ സംശയിച്ചു കഴിഞ്ഞാൽ ആ സംശയം ഒരു വലിയ രോഗമായി വരും. നമ്മളെ എത്ര ദാമ്പത്തിക ജീവിതം ഊട്ടി ഉറപ്പിക്കാൻ നിന്നാലും അതെന്താവും? അത് മാഞ്ഞു പോവും, അത് നശിച്ചു പോവും. അതുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യരുത്? നമ്മൾ തീരുമാനിക്കുക, ഞാൻ ഭർത്താവിനെ സംശയിക്കൂല, ഭാര്യനെ നമ്മളും സംശയിക്കാതിരിക്കുക. ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ ചിലപ്പോ നമ്മളിപ്പോ ഫോൺ വിളിച്ചപ്പോ ഭാര്യ എന്ത് ചെയ്യാണ്? ഓളെ അനിയത്തിക്ക് വിളിക്കുകയാണ്, അല്ലെങ്കിൽ ഏട്ടത്തിക്ക് വിളിക്കുകയാണ്. അപ്പൊ അതിൽ കുറെ ഉണ്ടാക്കിയത് സമൂസ ഉണ്ടാക്കി, കട്ട്ലറ്റ് ഉണ്ടാക്കി, അപ്പളേ സമൂസ ഇങ്ങനെ ഉണ്ടാക്കി. അപ്പൊ അങ്ങനെ അവിടെ പറഞ്ഞു നമ്മൾ വിളിച്ചപ്പോ അപ്പോൾ ആരോ വിളിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ വെച്ച നേരത്തേക്കാണ് നമ്മളെ വെല്ലെ വിളിച്ചെടുത്തോ. നമ്മളെന്താ ചോദിച്ചു? ആദ്യം അത് ചൊവ്വിലൊരു ചോദ്യം, നേരുള്ള സ്നേഹബന്ധത്തിലുള്ള ചോദ്യം. ഈ അനുജത്തിക്കായോ ഏട്ടത്തിക്കായോ വിളിച്ചീനെന്ന് ചോദിച്ചാൽ നമുക്ക് ചോദ്യം സത്യസന്ധമാണ്. പക്ഷെ ആ ചോദിച്ച ചോദ്യം എന്താണ്? സംശയത്തിന്റെ ചോദ്യമാണ്. ഈ വേറെ ആരോ ചാറ്റ് ചെയ്യുന്നുണ്ട്, വിളിക്കുന്നുണ്ട് എന്ന ചോദ്യമാണ്. ആ ചോദ്യത്തിലൂടെ അത് വിശ്വാസ വഞ്ചനയുടെ തുടക്കമായിട്ട് വരും. ഭാര്യ എന്താ പറയുക? എന്റെ ജീവിതമൊക്കെ പോയി, അയാൾ ഒരു സംശയത്തിന്റെ മൂന്നാപ്പയാണ്. 75-ാമത്തെ വയസ്സിൽ 70 വയസ്സുള്ള ഭാര്യനെ തൊലാക്ക് ചൊല്ലി പ്രശ്നമായി. അവസാനം ഒരുമിപ്പിക്കാൻ വേണ്ടി കാതിയാര് ചോദിച്ചു, എന്താണ് നിങ്ങളെ പ്രശ്നം? നിങ്ങളെ പ്രശ്നം എന്താ വെച്ചാൽ പറയും. 75-ാമത്തെ വയസ്സിലൊക്കെ തലാക്കല്ല, എവിടെ കാക്കാൻ നിങ്ങൾക്ക് പല്ലൊക്കെ കിട്ടിയൊക്കെ തൊണ്ണക്കായി നിങ്ങൾ എന്തിനു ചെല്ലാൻ മൂപ്പര് പറഞ്ഞു, ഞാൻ പറയില്ല. അവസാനം ഉസ്താദ് പറഞ്ഞു, കാരണം പറഞ്ഞാലേ ഞാൻ തിരിച്ചെടുക്കാൻ സാക്ഷിയാവുള്ളൂ. അപ്പൊ ഞാൻ സാധു കൂടിയാ പഠിച്ചത്. പിന്നെ എങ്ങനെ ദിനേശ് കൂടിയിലെ കിട്ടി, എങ്ങനെ അത് അങ്ങനെ. അപ്പൊ ഈ കുട്ടിയാക്കൊക്കെ ഞങ്ങളൊക്കെ കാലത്ത് കുട്ടിയാക്കിട്ട് വലിച്ചിട്ട കുറ്റി കൊടുക്കാണ്ട് വലിയാപ്പായി.
ഓരോ ദിനേശ് കൂടിയാണോ നാദൂരിയാണോ നോക്കൂല. അതുകൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ ഒരുപാട് സംശയ രോഗികളുണ്ട്. ആ ഭർത്താവിന്റെ വിലപ്പെട്ട കാർഡ് കാണാനില്ല. അപ്പൊ എന്താണ് ആ ഭാര്യ വിചാരിക്കുന്നത്, ആ കാർഡിൽ നിന്ന് ആരോ പണം വലിക്കുന്നുണ്ടെന്ന്, ആരോ പണം വലിക്കുന്നുണ്ട് എന്ന് സംശയിക്കുന്നു. OTP വരുന്ന ഓളെ ഫോണിൽ കാണും. അപ്പോ ഓനോട് ചോദിച്ചു, ആരാ പണം വലിച്ചു? പണം വലിച്ചതിനടി നമ്മളെ വാപ്പാന്റെ അക്കൗണ്ടിലുള്ള പൈസയൊക്കെ വീടിന്റെ ഗ്രാമക്ക വരിക, ഗൂഗിൾ പേക്ക വരിക. അതിന് വാപ്പാക്ക് ആവശ്യമുള്ള നമ്മൾ 10 വർഷം ഇങ്ങനെ കൊടുക്കണം. സംശയം തോന്നുന്നു. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അവിടെ നിൽക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യ നിൽക്കുമ്പോഴാണ് സ്വഹാബി എതിരെ പോയത്. റസൂല പറഞ്ഞു, എടാ ഇവിടെ വാ, ഇതിന്റെ ഭാര്യ ഇജ്ജ് സംശയിച്ചു എന്നല്ലേ പറയുന്നത്, എന്നെ കൊണ്ട് സംശയിപ്പിക്കാൻ. അതുകൊണ്ട് ഞാൻ തീർത്ത് തരികയാണ്. ആ ഒരു സ്വഭാവം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. പരസ്പര വിശ്വാസം. മക്കളാണ് ഇജ്ജ് മഹാകള്ളനാണ്, അന്നെ ഒരു വസ്തുവിനും വിശ്വസിച്ചൂടാ. ആ കുട്ടി സ്വാഭാവികമായും അവൻ ആ ടെൻഡൻസിയിലേക്ക് നീങ്ങും. നമ്മൾ എത്ര 100 കള്ളത്തരം അവൻ ചെയ്താലും ഓനെ നമ്മൾ വിശ്വാസത്തിൽ എടുക്കണം. എനിക്കിപ്പോഴും 4 നോട്ട് ബുക്ക് വെക്കാത്ത 4 കുട്ടികളുണ്ട്. C മാർക്കിന് ഒരാളിനെയും വെപ്പിച്ചു. പല പണി നോക്കി നമ്മൾ വെപ്പിക്കാം. അവരെ ഇങ്ങനെ ഒരു മാർക്കിന് നമ്മൾ കൊടുക്കാതെ ഒരു അധ്യാപനം നൽകി ഞങ്ങൾ ചെയ്യലവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കലാണ്. അതിങ്ങനെ പിന്നാലെ നടക്കണം. ഇതേപോലെ നമ്മൾ അവരുടെ വിശ്വാസ്യതയെ, അവരുടെ ആ സത്യസന്ധതയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. സത്യസന്ധതകൾ എന്തെങ്കിലും വിരുദ്ധമായി ഞാൻ ചെയ്യുന്നുവെങ്കിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ നിങ്ങൾ അവരുടെ രഹസ്യത്തെ പിന്തുടർന്നുകൊണ്ട് ആ രഹസ്യത്തെ അന്വേഷിക്കാൻ വേണ്ടി നിങ്ങൾ അവരുടെ പിറകെ നടക്കാൻ പാടില്ല എന്ന് ഇണകളുടെ കാര്യത്തിൽ പറഞ്ഞാൽ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ കുറച്ച് പിറകിൽ നടക്കണം. കുറച്ച് നമ്മൾ പിറകിൽ നടന്നിട്ട് അവരുടെ കാര്യത്തെ കുറിച്ച് നമ്മൾ ഇങ്ങനെ തിരുത്തി കൊടുക്കണം. അങ്ങനെയല്ല, ഇങ്ങനെയാണ് വേണ്ടത്. അപ്പൊ ഞാൻ ഒരു കുട്ടിയുടെ കാര്യം പറയാം. അവന് ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട് അതിനു വേണ്ടി +2 കഴിഞ്ഞിട്ട് പോകാൻ അതിന് പോകാൻ വേണ്ടി നിൽക്കുക. ട്രേഡിംഗ് ഓൺലൈൻ ട്രേഡിംഗ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, ഞാൻ പറഞ്ഞാൽ കേൾക്കൊന്നുമില്ല മോനെ, എന്നാലും അങ്ങനെയല്ല, ഞാൻ എന്നോട് പറയാണ്, ഇത് തുടർന്ന് പഠിക്കണം, നല്ല കുട്ടിയാണ്, എനിക്കൊരു ജോലിയൊക്കെ കിട്ടണം, അതിനുള്ള ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഉള്ളൊരു സദസ്സിൽ ഇവൻ പറയാണ്, നിങ്ങൾ എന്തായാലും അന്ന് പറഞ്ഞേ. അപ്പൊ ഞാൻ പറയില്ലാതെ പറ്റുമോ? അവന് പിക്കപ്പാണ്, ആ നേരാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവരെ വിശ്വാസത്തിലെടുക്കണം. നമ്മളുടെ മകൻ, നമ്മളുടെ മകള്, ആ മകള് വർത്താനത്തിൽ നമ്മൾ ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളൊക്കെ വിശേഷപ്പെട്ട സുഖം തന്നെയല്ലേ? വേറെ കച്ചറി കുരുമാരും ഇല്ലല്ലോ മക്കളെ? ഇല്ല. വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ? പാപ്പാക്ക് എന്തെങ്കിലും എഴുന്നേറുണ്ടോ? പാപ്പാക്ക് എന്തെങ്കിലും ഉണ്ടാക്കുവോ? ഇല്ല. പിന്നെ അല്ലാതെ എന്റെ കാര്യം പ്രശ്നമൊന്നുമില്ലല്ലോ? അവിടെ തോണ്ടി ഇവിടെ തോണ്ടി അവിടെ പാളി നോക്കി ഇവിടെ അതൊന്നും ഉണ്ടാവില്ലോ? ഇല്ല, ഒന്നുമില്ല. ഇല്ലല്ലോ. ഓനെന്തോടുണ്ട്, ഓനത് വായിക്കും. കാരണം ഓന്റെ ഉപ്പയെ സംബന്ധിച്ചിടത്തോളം ഓന് വിലപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും പരസ്പരം വിശ്വാസത്തിലുള്ളവരാണ്. നമ്മൾ പിന്നെ ഒറ്റപ്പെട്ടു വാക്കാലോ നാക്കാലോ ഈ ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പുറത്താണ്. ഒറ്റപ്പെട്ട ഇപ്പൊ നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ ആണെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ പുറത്താക്കിയാൽ പോലെ വേറെ ഏജൻസി ഒരു എങ്ങനെയും ഉള്ളിൽ നിൽക്കാൻ. ഇപ്പൊ ഭാര്യ ഭർത്താവിനെ ഒറ്റപ്പെടുത്തരുത്. എന്തുണ്ടെങ്കിലും ഞങ്ങൾ കൂട്ടിപ്പിടിക്കണം. ഭർത്താക്കന്മാര് കരീണങ്ങൾ കെടുക്കണം. ഞങ്ങൾ കരച്ചിൽ വല്ലാതെ വന്നാൽ എല്ലാവർക്കും പിടിക്കണം. ഞങ്ങൾ ഞങ്ങൾ കൂടി ആ പരിക്ക് കരഞ്ഞാൽ പിന്നെ അതിന്റെ നെടുത്തോട് പോയ മര്യാദ. നിങ്ങൾ കരയേണ്ടല്ല, നിങ്ങൾ കരയേണ്ട പല സന്ദർഭവും വരും. അത് നിങ്ങൾ തിരിച്ചറിയണം. അത്രത്തോളം. കാരണം ചില ദിവസങ്ങളൊക്കെ എന്നെ സംബന്ധിച്ചല്ല ഞാൻ പറയണേ, ചില ദിവസങ്ങളൊക്കെ എന്നെ സംബന്ധിച്ച് നമ്മൾ യാത്ര വരുള്ളൂ. ചില ദിവസങ്ങളൊക്കെ ഇങ്ങോട്ട് ആ സാമ്പത്തികമായി ഞെരുക്കിട്ടുള്ള ആളാണെങ്കിൽ ഇങ്ങോട്ട് ഓട്ടി എത്തിക്കാൻ ഇങ്ങോട്ട് കഷ്ടപ്പെടുന്ന രംഗത്തേക്കാണ് അമ്മ വീണ്. അപ്പൊ ആശുപത്രിയിൽ പോയി അവിടെ നോക്കുമ്പോൾ അവിടെ പൈസന്റെ കുറവുണ്ട്. അപ്പോഴാണ് അവിടേക്ക് പോകേണ്ടത് നിൽക്കേണ്ട ആള് പെങ്ങളാണ്. പെങ്ങൾക്ക് ശ്വാസം മുട്ട്.
ഇതൊക്കെ പടങ്ങനെ ആവുമ്പോ ഇനി എന്താ കാട്ടുക, ആ കസേരയിൽ ഇരിക്കുക. ആ ഇരിക്കണ നേരത്ത് നോലോചിച്ചു. പക്ഷെ ആ നോലോലിക്ക് പകരം നിങ്ങൾ നോമ്പല്ലാത്ത കാലാണ് നിങ്ങൾ നല്ലൊരു ചൂടുള്ള ഒരു കട്ടൻ ചായ കൊണ്ടേ കൊടുത്തു. നിങ്ങൾ അവിടെ ഇരിക്കാം. കട്ടൻ ചായ അവിടെ പോയത് അവിടെ ഇരിക്കുക. അപ്പൊ ഇങ്ങനെ വരും എന്തെങ്കിലും ഒന്നുമില്ല എന്നൊക്കെ എല്ലാം കൂടി അപ്പങ്ങൾ കൂടി കൊടുക്കുക. അപ്പങ്ങൾ കൂടി കൊടുക്കുക. ഞാനൊരു കടയിൽ കയറി നല്ല ഒരു തേങ്ങ നിറച്ച അട ഞാൻ തിന്നപ്പോ പീഡിയക്കാരനോട് ചോദിച്ചു, ഈ അട ആരുണ്ടാക്കുന്നതാ? അത് ഒരു കഥയുണ്ട് മാഷേ. ഞാൻ സ്ഥിരമായിട്ട് കയറണം, കഥ ഉണ്ട് മാഷേ. എന്തെയും ഭർത്താവ് ഗൾഫിൽ ജോലിയില്ലാതെ കഷ്ടപ്പെട്ട് 2-3 മാസം കുടുംബക്കാരെ ഉമ്മയൊക്കെ നിന്ന് ആകപ്പാടെ മാനസിക ആശ്വാസം ഭാര്യ കൊണ്ടത്. നിങ്ങൾ പോകാൻ നിങ്ങൾ കഴിഞ്ഞ് തന്ന പേരന്റ് വേണേ 2-3 കുട്ടികൾ നിങ്ങൾ പോയിരിക്കാൻ പറഞ്ഞു. മളെ അങ്ങനെ പറഞ്ഞു, നിങ്ങൾ പോയി ഞമ്മക്ക് ഇവിടെ കഴിച്ച ഇവിടെ വന്ന് മൂപ്പര് കാർഡ് ഇട്ടണ നിശ്ചയം വാങ്ങി, മൂപ്പര് കാർഡ് ഇട്ടാൻ പോണ്. ഓള് ഒരു അട ഉണ്ടാക്കുന്ന ഒരു അച്ച് വാങ്ങി റേഷൻ പിടിയിൽ 3 പാക്കറ്റ് 16 രൂപയ്ക്ക് 3 പാക്കറ്റ് പൊടി കിട്ടും കുടുംബത്തിന്. അങ്ങനത്തെ പൊടി വാങ്ങാത്തവരുണ്ടാവും. ഓരൊക്കെ അന്വേഷിച്ച് വാങ്ങി കൊണ്ടുവന്ന് അതുകൊണ്ട് അടണ്ടാക്കി പീടികയിൽ 7 രൂപക്ക് കൊണ്ടുപോയി കൊടുത്ത് 10 രൂപക്ക് വിറ്റ് ആ കുടുംബം ഇന്ന് ഒരു മാരുതി 800 കാറ് വാങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കി ആ വാക്കത്തറികള് നിങ്ങൾ ഒഴി ഇൻഷാ അല്ലാഹ് ഞമ്മക്ക് ഇവിടെ ജീവിച്ച, അല്ലെങ്കിൽ ചിലപ്പോൾ അയാള് വേറെ എന്തെങ്കിലും ചില ചെയ്തികൾക്കും കൂടുതലുമായി. അപ്പോ ഒറ്റപ്പെടും എന്ന് തോന്നിയാൽ ഒറ്റപ്പെടുത്തരുത്. നമ്മളൊരു കുട്ടീനെ ചീത്ത പറഞ്ഞു, ഓൻ കണ്ണെന്ന് വെള്ളമൊഴിപ്പിച്ചാൽ പിന്നെ നമ്മൾ ഓനെ കൂട്ടിപ്പിടിച്ചു. അവനെ ഒറ്റപ്പെടുത്തരുത്. ഒറ്റപ്പെട്ടാൽ ഒന്നുകിൽ നമ്മൾ തെളിഞ്ഞ് ഇറങ്ങിപ്പോയി, പിന്നെ നമ്മൾ പോലെ കിട്ടില്ല. നമ്മൾ ഒറ്റപ്പെടുത്തരുത്, കൂട്ടി നിർത്തുക. നമ്മൾ ജമാഅത്ത് എന്ന് പറയുന്നത് നിസ്കാരത്തിന്റെ ജമാഅത്ത് ഭൗതികതൊക്കെ കൂടിയുള്ളതാണ്. നമ്മൾ ഒന്നിച്ച് നിന്നും ഇരുന്നും കിടന്നും കണ്ടെത്തിയും ദീനിൽ പങ്കെടുത്തും ഉത്തമരായി നമ്മളുടെ മാതാപിതാക്കളെ നോക്കി പരിപാലിച്ച് പരസ്പരം പൊരുത്തപ്പെട്ട് പരസ്പരം ഇഷ്ടപ്പെട്ട് ഈ ലോകത്ത് നിന്ന് നമ്മളെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് രണ്ടാമത് സ്വർഗം ഉറപ്പാക്കിയ ഒരു രേഖ നമ്മുടെ കൈവശം ഉണ്ടാകണം. അല്ലാഹു നമ്മുടെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി